ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിതയേ വാസിഷ്ഠായ നമോ നമഃ. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഭഗവത തത്വസമീക്ഷാ സത്രശാലയിലെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഭഗവത സത്രശാലയിൽ രണ്ടാമത് തത്വപ്രവചനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിൽ തോന്നുകയാണ്. ഇന്നലെയും ഇന്നും ഈ പ്രവക്തപീഠത്തിലിരുന്ന് നോക്കിയാൽ അനന്തമായ ഒരു വഴി മാത്രം കാണാം. ഒരു മനുഷ്യരും ഇങ്ങനെ അങ്ങോട്ട് നടക്കണതല്ലാണ്ട് ഒരു ശ്രോതാവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയാനുള്ളൊരു സൗകര്യമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ സന്ദർഭമോ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം. പക്ഷേ വേറെ നിർവാഹമില്ല. രുക്മിണി സ്വയംവരത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുമ്പോൾ അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. അത് സാമാന്യ നീതിയും സാമാന്യ ധർമ്മവുമാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ചരിത വർണ്ണനയിൽ പരീക്ഷിത് ചക്രവർത്തിയുടെ പ്രത്യേക ആവശ്യപ്രകാരം എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രാക്ഷസവിധി പ്രകാരം കുണ്ഠിനത്തിലെ രാജകുമാരിയായ രുക്മിണിയെ സ്വീകരിച്ചത് തൻ്റെ പ്രഥമ പത്നിയായി. കൃഷ്ണൻ്റെ ശൈശവ ബാല്യ കൗമാര ചരിതങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ച ശുകബ്രഹ്മർഷിയോട് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തെ വർത്തമാനങ്ങൾ വേണ്ടവണ്ണം അവതരിപ്പിക്കാൻ പറയുമ്പോഴാണ് ദ്വാരകയുടെ നിർമ്മാണവും അതിനുശേഷം ബലരാമ സ്വാമിയുടെ വിവാഹവും തുടർന്ന് ശ്രീകൃഷ്ണൻ്റെ വിവാഹവും അവതരിപ്പിക്കുന്നത്. കുണ്ഠിനത്തിലെ രാജകുമാരിയായിരുന്നു രുക്മിണി, ഭീഷ്മകന്റെ ഏക മകൾ. രുക്മിണിയെ കൂടാതെ ഭീഷ്മക രാജാവിന് 5 ആൺകുട്ടികളുണ്ടായിരുന്നു. രുക്മി, രുക്മാംഗദൻ, രുക്മകേശി മുതലായവർ. അപ്പോൾ ഈ 5 സഹോദരന്മാരുടെ സംരക്ഷണവും മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യവും ബന്ധുക്കളുടെ സ്നേഹവും ആവോളം നുകർന്നും അനുഭവിച്ചുമാണ് രുക്മിണി കൊട്ടാരത്തിൽ വളർന്നത്. അങ്ങനെ വളർന്നു. ഇപ്പോൾ രുക്മിണിക്കുണ്ടായൊരു സൗഭാഗ്യം, ഭീഷ്മക രാജാവിനെ കാണാൻ പലരും പല കാലങ്ങളിൽ വരുമായിരുന്നു. മാത്രമല്ല ഇളയ കുട്ടിയായ രുക്മിണിയോട് വാത്സല്യവും സ്നേഹവും അധികമായിരുന്നു മാതാപിതാക്കൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഭീഷ്മക രാജാവിൻ്റെ ഒപ്പമായിരിക്കും രുക്മിണി ഉണ്ടാകുക. ഇപ്പോൾ രാജാവിനെ കാണാനായി പലരും വരും. അതിൽ വിദൂഷകന്മാരുണ്ടാകും, പരദേശികളുണ്ടാകും, സഞ്ചാരികളുണ്ടാകും, ദൂതന്മാരുണ്ടാകും, ചാരന്മാരുണ്ടാകും. ഇങ്ങനെ പലതരക്കാരാണ് രാജാവിനെ കണ്ട് ലോകവർത്തമാനങ്ങൾ ധരിപ്പിക്കുക പല സന്ദർഭങ്ങളിൽ. അങ്ങനെയൊക്കെയാണ് കൊട്ടാരത്തിന് പുറത്തുള്ള സ്ഥിതിഗതികളെക്കുറിച്ച് ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി മനസ്സിലാക്കുക. അങ്ങനെ പലരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വേണ്ട നയങ്ങളും നടപടികളും സന്ദർഭോചിതമായി സ്വീകരിക്കണമെന്നത് ചാണക്യസൂത്രത്തിലെ പരമപ്രധാനമായൊരു നിർദ്ദേശമാണ്. ഏത് പ്രസ്ഥാനത്തിൻ്റെയും ഏത് സ്ഥാപനത്തിൻ്റെയും ഏത് സംഘടനയുടെയും
ഏത് രാഷ്ട്രത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്, ആ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവ നൽകുന്ന വ്യക്തികളെ നാം എത്രത്തോളം ശ്രദ്ധിക്കണം, അവർ നൽകുന്ന വിവരങ്ങൾ നാം സ്ഥിരീകരിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ്, അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ചക്രവർത്തി പുറപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ചാണക്യൻ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ രാജാവിനെ കാണാൻ, ഭീഷ്മക രാജാവിനെ കാണാൻ പലരും വരും. അങ്ങനെ പലരും ലോകകാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ ദ്വാരകാധിപനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയണത് കേൾക്കാനിടയെ വളരെ കുട്ടിക്കാലം, ചെറുപ്പകാലം മുതൽ തന്നെ പലരും പലതരത്തിലാണ് പറയുക. ചിലർ വിമർശിക്കും, ചിലർ പുകഴ്ത്തി പറയും, ചിലടത്ത് അദ്ദേഹത്തെ അംഗോപാംഗ വർണ്ണന നടത്തും. ഇങ്ങനെ പലതരത്തിലാണ് ലോകവർത്തമാനങ്ങൾ പറയുന്നതിനിടയ്ക്ക് ദ്വാരകാധിപനായ കൃഷ്ണനെക്കുറിച്ചുള്ള വിവരം ഭീഷ്മകന് പകർന്നു കൊടുത്തിരുന്നത്. അങ്ങനെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ രുക്മിണി കൃഷ്ണനെക്കുറിച്ച് കേൾക്കാനിടയായി. അങ്ങനെ വളരെ കൃഷ്ണനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹിമകൾ, ഗുണം, സ്വഭാവ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, മികവ്, അദ്ദേഹത്തിൻ്റെ ആകാരം, അതിലുള്ള വർണ്ണനം, ഇതൊക്കെ നിരന്തരമായി കേട്ടപ്പോൾ രുക്മിണിക്ക് സ്വാഭാവികമായും കൃഷ്ണനോട് എന്ത് തോന്നിയിട്ടുണ്ടാകും? ആദ്യം എന്ത് തോന്നിയിട്ടുണ്ടാകും? ഒരാളെക്കുറിച്ച് പലരും സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ? ആരാധനയല്ലേ തോന്നുക? അതോ ആദ്യം തന്നെ ഞങ്ങളുടെ പ്രേമമാ തോന്നുക? ആദ്യം തന്നെ ഒരിക്കലുമല്ല, ആരാധന തോന്നും. കാരണം തമ്മേക്കാൾ മികവുള്ള, ഗുണശീലങ്ങളുള്ള, പ്രവർത്തന മികവുള്ള, അങ്ങനെ പലതരത്തിൽ നമ്മേക്കാൾ ഔന്നത്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവരോട് തോന്നുന്ന ആരാധനയാണ്. അപ്പം രുക്മിണിക്കും ആരംഭഘട്ടത്തിൽ കൃഷ്ണനോട് ആരാധന തോന്നിയിട്ടുണ്ടാകാം. കാലം മാറി ക്രമേണ വളർന്നു വന്നു. അതുപോലെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനിടയായപ്പോൾ രുക്മിണിയുടെ മനസ്സിൽ പൊന്തിയിട്ടുണ്ടാകാം ആരാധന. വളർന്ന് അത് അനുരാഗമായി പരിണമിച്ചിട്ടുണ്ടാകാം, സ്വാഭാവികമാണ്. അപ്പം ആ അനുരാഗം വളർന്നു. തനിക്ക് ഭാവിയിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ, അത് ഈ സകല യോഗ്യതകളും തികഞ്ഞ കൃഷ്ണൻ മാത്രമായിരിക്കണം എന്ന് അവർ ഉറപ്പിച്ചു. ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ രുക്മിണിയുടെ മനസ്സിൽ തൻ്റെ ഭർത്തൃപദവി രുക്മിണി പണ്ടേ വളരെ ചെറുപ്പത്തിലെ കൃഷ്ണന് സമർപ്പിച്ചിരുന്നു. അങ്ങനെ വളർന്നു വന്നു. അതുമാത്രമല്ല, പലരും കൂടുതൽ വിവരിക്കണത് കേൾക്കുമ്പോൾ ചെവി കാതോർത്തിരിക്കും രുക്മിണി. കൃഷ്ണനെക്കുറിച്ച് പറയണത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് തൻ്റെ തിരഞ്ഞെടുക്കൽ, തൻ്റെ തീരുമാനം, താൻ തൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ കണ്ടെത്തിയ വ്യക്തിയുടെ മഹിമകൾ, ഇതിങ്ങനെ പലതും പലതവണ കേട്ട് ആലോചിച്ച് സ്ഥിരീകരിച്ചു. അതങ്ങനെ ഉറപ്പിച്ചു. അങ്ങനെ വളർന്നു വന്നു. അതാണ്ട് രുക്മിണിക്ക് വിവാഹപ്രായമെത്തി. സ്വാഭാവികമായും ഏത് കുടുംബത്തിലും പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തിയാൽ മാതാപിതാക്കൾ ആകെ അസ്വസ്ഥരാണ്. എന്തിനാ? യോഗ്യനായ ഒരാളെ കണ്ടെത്തി തങ്ങളുടെ കാലശേഷം അവർ സുരക്ഷിതരായി സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി ഒരു കുടുംബജീവിതം, വിവാഹ ജീവിതം ആരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഭീഷ്മകനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടായി. മകൾ യോഗ്യനായ ഒരാളുടെ കൈവശം ഏൽപ്പിക്കണം. തങ്ങളുടെ കുലത്തിനും പാരമ്പര്യത്തിനും സ്ഥിതിക്കും യോജിച്ച ഒരാളാണ് ഉത്തമൻ. അങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. അവരവരുടെ യോഗ്യതയ്ക്കും നിലവാരത്തിനും യോജിച്ച കുടുംബ ബന്ധങ്ങൾ മാത്രമേ സ്ഥായിയായി സ്ഥിരമായി മുന്നോട്ട് പോകൂ. വർത്തമാനകാലത്ത് അതൊക്കെ ജനങ്ങൾ പരിഗണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. അപ്പം ഓരോരുത്തരിലും ചേർച്ച രൂപം മാത്രമല്ല, അറിവ്, പശ്ചാത്തലം, അവരുടെ പാരമ്പര്യം, ഇങ്ങനെ പലതും പരിഗണിക്കേണ്ടിയിരിക്കുന്നു വൈവാഹിക ബന്ധങ്ങളിൽ. പക്ഷേ ഇന്നത്തെ വൈവാഹിക ബന്ധങ്ങൾ പലതും പരിശോധിക്കുമ്പോൾ ആധുനിക കാലത്ത് നമ്മൾ വർത്തമാന പത്രങ്ങളിൽ കാണുന്നതാണ്, ഓരോ വർഷം കഴിയും തോറും വിവാഹമോചന കേസുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നതായി കാണാറില്ല. നമുക്ക് പരിഷ്കാരമുണ്ട്, വിദ്യാസമ്പന്നതയുണ്ട്, പണമമിതമുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാങ്കേതിക പരിജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ആവോളമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ കൂട്ടായ്മ തുടക്കത്തിലേ മുടങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ തകരുന്നു? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഓരോ വർഷം കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഈ വേർപെടലിൻ്റെ എണ്ണം കൂടി വരുന്നു. അതിലേറെ ദുരന്തം എന്താ? നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള വിവാഹമോചന കേസുകൾ ഏറെയും പരിശോധിക്കുമ്പോൾ അതൊക്കെ ഏത് സമാജത്തിലെ അല്ലെങ്കിൽ ഏത് സമൂഹത്തിലെ വ്യക്തികളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവരൊക്കെ ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങളാണെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വർത്തമാനം. ഏതാണ്ട് 85% പേരും ആചാരപ്രകാരം ഏതെങ്കിലും ഒരു ദേവസന്നിധിയിലോ ആചാര്യൻ നൽകുന്ന മന്ത്രം ചൊല്ലിയോ ബന്ധുജനങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒക്കെയാണിത് നടക്കുന്നത്. ആർഭാടപൂർവ്വം ആഡംബരം നിറഞ്ഞ വിവാഹങ്ങൾ അധികമായി കഴിഞ്ഞു. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ തുടർച്ച, അവരുടെ ധർമ്മം, അവർക്ക് ലോകത്തോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന മട്ടിൽ
ഒരു ആന്തരികമായ ചേർച്ച, ഒരു സമന്വയം അവരിൽ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടോ ഇത്തരമൊരു ചേർച്ച എന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും വലിയൊരു പരാതിയാണല്ലോ ഇത്. എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരാതി, യോഗ്യനായ ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചയച്ചിട്ടും സമാധാനമില്ല എന്ന സ്ഥിതിവിശേഷം. എത്രയോ എത്രയോ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, പറയാൻ പറ്റാത്ത ദുഃഖം അനുഭവിക്കുന്നുണ്ട്. വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇതിനെ ചൊല്ലിയുള്ള അവലോകനങ്ങളും വിശകലനങ്ങളും പ്രതിവിധികളുമൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ ശാശ്വതമായൊരു പരിഹാരമോ പ്രതിവിധിയോ കണ്ടെത്താൻ നമുക്കിപ്പോഴും കഴിയണില്ല. ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ സാധാരണയായി ഏത് സപ്താഹയജ്ഞങ്ങൾക്കും ധാരാളം പേര് ഒരുമിച്ച് കൂടുന്നത് 5-ാം ദിവസമാണ്. എന്താ കാരണം? രുക്മിണി സ്വയംവരത്തിന് സ്വയംവര പുഷ്പാഞ്ജലി നടത്താനും നിറപറ നിറയ്ക്കാനും പിന്നെ പുടവ് പൂജയ്ക്കും വേണ്ടി ധാരാളം പേര് ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ സപ്താഹത്തിന് നിന്നപ്പോൾ പ്രസാദം വിളിച്ചു കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ കണ്ട് കല്യാണിക്കുട്ടി അമ്മ തിരുവാതിര നക്ഷത്രം സ്വയംവര പുഷ്പാഞ്ജലിക്ക് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ആൾക്കാർ വരിവായി നിൽക്കേണ്ട ഈ രസീത് വിളിച്ചപ്പോൾ വടികുത്തി കണ്ണട വെച്ച ഒരു 75 വയസ്സുള്ള മുത്തശ്ശി സ്വയംവര പുഷ്പാഞ്ജലിയാണ്. കണ്ണട ഊരിപ്പോകാതെ ഇങ്ങനെ ഒരു ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തത് ഞാൻ ചോദിച്ചു, എന്തേ അമ്മ ഈ മുത്തശ്ശി ഈ പ്രായത്തിൽ, ഏതാണ്ട് 75 വയസ്സുണ്ടെന്ന് തോന്നി, ഈ പ്രായത്തിൽ ഈ സ്വയംവര പുഷ്പാഞ്ജലിക്ക് എന്തിനാ രസീത് എടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജി 2 എണ്ണം കഴിഞ്ഞു ഇപ്പം തന്നെ. ഒന്നാമത്തെ ആളൊരു 19 വയസ്സപ്പോൾ ഒഴിഞ്ഞു പോയി, രണ്ടാമത്തെ ആൾ എനിക്കൊരു 60 ആയപ്പോൾ കണ്ണടച്ചു, ഇനി മൂന്നാമതുള്ള അവസാനത്തിൽ വടിക്ക് പകരം കുത്താൻ ഒരാളെ കിട്ടിയാൽ നന്നായിരുന്നു, അതുകൊണ്ട് ഒരു സ്വയംവര പുഷ്പാഞ്ജലിക്ക് വന്നതാണെന്ന്. ഇനി ആലോചിച്ച് നോക്കൂ, ഈ മാതാപിതാക്കളാകട്ടെ, വിവാഹം കഴിക്കാൻ നിർബന്ധിതരായി നിൽക്കുന്ന കുട്ടികളാകട്ടെ, ഈ സന്ദർഭത്തിൽ വന്നാൽ പിന്നെ ഒരു വഴിക്ക് അവർ വരില്ല. സ്വയംവര പുഷ്പാഞ്ജലിക്കോ രുക്മിണി സ്വയംവരത്തിലോ പങ്കെടുത്തതിന് ശേഷം ആ ഏരിയയിൽ അവർ അടുക്കാറില്ല. പിന്നിങ്ങനെ അവിടെ ഇവിടെയും കറങ്ങി നടന്ന അവസാനം കുറേ കഴിയുമ്പോൾ അടുത്ത പരാതി, പരിഭവം. എന്ത്? കല്യാണം കഴിഞ്ഞു, മാസങ്ങളായി, വർഷങ്ങൾ പിന്നിട്ടു, പക്ഷേ ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാനില്ല. എന്തേ വിശേഷമൊന്നും ആയില്ലെന്ന് ചോദിക്കുമ്പോൾ തലകുനിക്കേണ്ട ഗതികേടും. അപ്പോഴാ പിന്നെന്താ അടുത്ത പരിഹാരം? ഒട്ടനെ അടുത്ത പരിഹാരം വരും. എന്താ പരിഹാരം? സന്താനഗോപാലാർച്ചന ആയിരിക്കട്ടെ. അവിടെ എങ്ങനെയോ അവരുടെ നല്ല കാലമോ അല്ലെങ്കിൽ കെട്ടകാലമോ ഒരു കുട്ടി ഉണ്ടായി, അവനങ്ങനെ വളർന്നു വന്ന സമയത്ത് ഒരക്ഷരം പഠിക്കില്ല, അനുസരണയില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടോട്ടം, ഇങ്ങനെ ഒരു തരത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയില്ലാത്ത ഒരു സന്തതി വളരുമ്പോൾ ഇവനെ എങ്ങനെയൊന്ന് നേരെയാക്കുക? എന്താ വഴി? ഒട്ടനെ നേരെ പോകും. അടുത്ത പരിഹാരം ഉണ്ടല്ലോ, എന്താ? വിദ്യാഗോപാല മന്ത്രാർച്ചന. അല്ലാണ്ട് എന്താ? നന്നായിട്ട് പഠിക്കണം, നല്ല സ്വഭാവം ഉണ്ടാകണം, നല്ല സംസ്കാരം ഉണ്ടാകണം എന്ന് വെച്ച് പരിഹാരാർത്ഥം ഇതൊക്കെ ജനങ്ങൾ ചെയ്യാറുണ്ട്, കണ്ടത് പറയണമെന്ന് മാത്രം. പിന്നെ അടുത്ത പ്രശ്നം എന്താ? ഇവൻ കുറേ കാലം പഠിച്ച് ഒരു ജോലി നേടി എല്ലാ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടും പിന്നെ മറ്റേതില്ല, എന്ത്? കല്യാണം നടക്കണില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ സ്വയംവര പുഷ്പാഞ്ജലിയും സന്താനഗോപാലാർച്ചനയും വിദ്യാഗോപാല മന്ത്രാർച്ചനയുടെ വട്ടം ചുറ്റുമെന്നല്ലാതെ ജീവിതത്തിന് സ്ഥായിയായ ഒരു ദിശ അല്ലെങ്കിൽ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ, ഒരു ലക്ഷ്യം ഇതുണ്ടാക്കുന്ന തരത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസമോ കുടുംബ പശ്ചാത്തലമോ പൊതുജീവിതമോ മാറാത്തതിൻ്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികളുടെ കൂടിച്ചേരലാണെങ്കിലും ആ കൂട്ടായ്മ നിർവഹിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതും വിലപ്പെട്ടതുമായ ഒരു ധർമ്മമാണ്. പ്രകൃതിയുടെ പ്രേരണകളെ മാനിക്കുകയും ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നതിനാവശ്യമായ പരമ്പരകളെ മനുഷ്യവംശത്തിൽ സൃഷ്ടിക്കുകയും തങ്ങളുടെ ചുമതലകൾ നിറവേറ്റിയതിനു ശേഷം എല്ലാത്തിൽ നിന്നും സ്വസ്ഥമായി ശാന്തമായി വിരമിച്ച് തൻ്റെ സ്വരൂപ സ്മരണവും സ്വരൂപജ്ഞാനവും ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇത്തരമൊരു അപകടത്തിനും ദുരന്തത്തിനും കാരണമെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അതാ പലരും ആ പരാതി എന്ന നിലയ്ക്കും പരിഭവം എന്ന നിലയ്ക്കും പറയാറുണ്ട്, ഞങ്ങൾക്ക് സ്വാമിജി ഇതൊക്കെ അറിയാൻ സാധിച്ചത് വളരെ വൈകിട്ടാണ്. ഒരു കുഴപ്പമില്ല, വൈകി എന്ന് പറഞ്ഞത് പരാതി തകരാറില്ല. കുട്ടികളുണ്ടായി, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, വിദേശത്തൊക്കെ കഴിഞ്ഞുകൂടി, ഇപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിച്ചു, അവരെയൊക്കെ നല്ല നിലയ്ക്കാക്കി, വിവാഹം കഴിപ്പിച്ചയച്ചു, അവർക്കൊക്കെ വീട് വെച്ചു കൊടുത്തു, അവരൊക്കെ നല്ല വഴിക്കാക്കി. എന്നിട്ട് ഇപ്പോഴോ അവരെല്ലാം കൂടി ഞങ്ങളെ ഒരു വഴിക്കാക്കി. അപ്പം അങ്ങനെയാണ് പലരും പറയണത്. അങ്ങനെ അവസാന കാലത്ത് ആരെങ്കിലും പുറന്തള്ളുന്നതിന് മുമ്പ് ശ്രേഷ്ഠമായ ഉത്തുംഗമമായ ഒരു പാത, ഒരു മാർഗം തിരഞ്ഞെടുക്കുകയും അതിൽ കൂടി സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിത സാഫല്യം ഉണ്ടാകൂ. ശരിയാണ്, ഭാഗവതം ഒരുപാട് കഥകൾ ഉദാഹരിക്കുന്നു നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇവിടെ രുക്മിണിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ഭീഷ്മകൻ യോഗ്യനായ ഒരാളെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സർവ്വയോഗ്യതകളും തികഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ, ദ്വാരകാധിപനായ കൃഷ്ണൻ. പക്ഷേ മനസ്സിലാഗ്രഹം സൂക്ഷിച്ചു. കാരണം ഒന്നാമത് വയസ്സായി, രാജ്യകാര്യങ്ങളും മറ്റു ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടത് രുക്മിയും കൂട്ടരുമൊക്കെ ചേർന്ന. അപ്പം അവരുടെ ഒരു അനുവാദമോ
അല്ലെങ്കിൽ അഭിപ്രായമോ ചോദിക്കാതെയോ അല്ലെങ്കിൽ ആലോചിക്കാതെയോ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. അങ്ങനെയല്ല കുടുംബത്തിൽ മുതിർന്നവർ പ്രായമായി കഴിഞ്ഞാൽ, മക്കളാണ്, മുതിർന്ന കുട്ടികളാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതെന്ന് വന്നാൽ സ്വാഭാവികമായും എന്ത് കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരോട് ആലോചിക്കും. അപ്പോൾ ഇതാണ് സ്ഥിതി. പക്ഷെ ഇവിടെ ഒരു കാര്യം, രുക്മിണിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ഭീഷ്മകൻ മകളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തുമ്പോഴല്ല മാതാപിതാക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കണത്. പിന്നെ എപ്പോഴായിരിക്കും? മകളുടെ വിവാഹത്തെക്കുറിച്ച് മാതാപിതാക്കൾ എന്ന നിലയിൽ ആദ്യ ചിന്ത ഉണരുന്നത് എപ്പോഴാണ്? ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോഴാണ്. പിറന്നു വീണത് പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ തന്നെ മിന്നൽ പിണര് പോലെ ഈ കുട്ടിയുടെ വിവാഹ ചിന്ത മനസ്സിൽ കൂടി കടന്നു പോകുമെന്നാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലെ, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് പെൺകുഞ്ഞാണെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഉദിക്കുന്ന ചിന്ത വിവാഹത്തെക്കുറിച്ചാണ്. ഇനി അത് മാത്രമല്ല, ഈ വിവാഹ കാര്യത്തിൽ ഇടപെടുന്ന ഓരോരുത്തരും അവരവരുടെ അഭിപ്രായത്തിനും അവരുടെ താല്പര്യങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം കൽപ്പിക്കുക. വിവാഹ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നാം വ്യക്തി എന്ന നിലയ്ക്ക് ഏത് സാഹചര്യത്തിലും ഇടപെടുമ്പോൾ, അത് കുടുംബകാര്യത്തിലാകട്ടെ പൊതുകാര്യത്തിലാകട്ടെ എവിടെയുമാകട്ടെ, നാം ഇടപഴകുന്ന സന്ദർഭത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായിരിക്കും നാം പ്രാധാന്യം കൽപ്പിക്കുക, മുഖ്യ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ വിവാഹ കാര്യത്തിൽ എവിടെ നോക്കൂ, നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞു നോക്കൂ, അത് ഞാൻ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന തീരുമാനത്തോട് നിങ്ങൾ പങ്കുചേരണം. ഇങ്ങനെ മനുഷ്യൻ്റെ ആ സ്വാർത്ഥത സകല മേഖലകളിലും വ്യാപിച്ചിട്ടുണ്ട്. കാണാം, അതിനെക്കുറിച്ച് വിശദീകരിക്കണില്ല. അപ്പോൾ ഈ വിവാഹകാര്യത്തിലും അങ്ങനെയാണ്. വിവാഹകാര്യത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങളോ അവരവരുടെ ഇച്ഛകളോ ആണ് പ്രധാനമായി പരിഗണിക്കുക. അപ്പം നോക്കൂ, ഇവിടെ അതിൽ കൂടി സൂചിപ്പിക്കുന്നത്, ഭീഷ്മകൻ തൻ്റെ മകളെ ആർക്ക് കൊടുക്കണമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക? ശ്രീകൃഷ്ണന്. എന്തായിരിക്കും കാരണം? നോക്കാം. ഒരു ഉത്തമനായ പിതാവ് തൻ്റെ മകളുടെ ഭർത്താവായി വരുന്നവനുള്ള യോഗ്യത എന്താണെന്ന് നിശ്ചയിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക. തൻ്റെ മകളെ ആര് സ്വീകരിക്കണം, എങ്ങനെയുള്ള ആളെ സ്വീകരിക്കണമെന്നാണ് ഒരു ഉത്തമനായ പിതാവ് ആഗ്രഹിക്കുക. ആരാ? നല്ല അറിവുള്ളവനായിരിക്കണം, വിദ്യാസമ്പന്നനായിരിക്കണം. അറിവുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുണങ്ങളും നന്മകളും മേന്മകളും അവനിൽ പ്രകാശിക്കും. അപ്പോൾ നല്ല അറിവുണ്ടെങ്കിൽ അതാണ് പ്രഥമമായ യോഗ്യത. ബാക്കി തൊഴിലും വരുമാനവും മറ്റാദായ മാർഗങ്ങളും ഒക്കെ അതിൻ്റെ പിന്നാലെയാണ്. അപ്പം അറിവുള്ള ഒരാളാണ് എൻ്റെ മകളെ വിവാഹം കഴിക്കേണ്ടതെന്നാണ് ഉത്തമനായ ഒരു അച്ഛൻ, പിതാവ് ചിന്തിക്കുക. ഇനി അമ്മമാരെന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുക? അവരുടെ കണ്ണെവിടെയാണ്? നോക്ക്, എന്തിലായിരിക്കും? ധനമിച്ഛന്തി മാതര എന്ന് പറയും. അവർ പണം അല്ലെങ്കിൽ പ്രതാപം, അവരുടെ ഭൗതികമായ യോഗ്യതകൾ, അതൊക്കെയാണ് അവരുടെ കണ്ണിലുടക്ക്. എന്തിനു വേണ്ടിയാ? എവിടെങ്കിലും വെച്ച് ആരോടെങ്കിലും ഈ മരുമകനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ വാതോരാതെ ഇതിങ്ങനെ പറയണം, അതല്ലാതെ എന്താ കാര്യം? ധനമിച്ഛന്തി മാതരഹ. ഇനി കാർന്നോമാർ, കുടുംബക്കാർ, അവരൊക്കെ എന്തിനെക്കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, അല്ലെങ്കിൽ പരിശോധിക്കുക? അവരന്വേഷിക്കുന്ന എന്തിനെക്കുറിച്ചായിരിക്കും? അവരുടെ കുലമഹിമ, അവരുടെ ആസ്തി, സമൂഹത്തിൽ അവരുടെ സ്ഥാനം, ഇങ്ങനെയുള്ള അവരുടെ ബന്ധുബലം, ഇതൊക്കെയാണ് അവർ ആലോചിക്കുക. അവർ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണ്, അവർക്ക് എത്രത്തോളം ആസ്തിയുണ്ട്, അവരുടെ പാരമ്പര്യം എന്ത്, ഇങ്ങനെ പലതുമാണ് അവരാലോചിക്കുക. എന്തിനു വേണ്ടി അവരാലോചിക്കണത് ആ കാര്യത്തെക്കുറിച്ച്? കാരണവന്മാരെന്തിനാ ആലോചിക്കണത്? എവിടെയെങ്കിലും വെച്ച് അവരെക്കുറിച്ച് പറയണത് കേട്ടാൽ ചാടി വീണ് പറയും, അത് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി പെൺകുട്ടി എന്തിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക? എന്തായിരിക്കും ചിന്തിക്കുക? സൗന്ദര്യം. രൂപം ഇച്ഛന്തി കന്യാഹ. പെൺകുട്ടി തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ഇപ്പം നാട്ടുകാരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? അവർക്കപ്പോൾ ഇതിൽ പങ്കെടുത്താൽ എന്താ കിട്ടാൻ പോണത്? അവർക്ക് സദ്യ, മൃഷ്ടാന്നമിതരേ ജന, അവർ സദ്യവട്ടങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. നോക്കൂ, ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം നൽകുക. ഇതൊരു പൊതു സ്വഭാവമാണ്, മനുഷ്യരെല്ലാം പൊതു സ്വഭാവമാണ്. ഇതിലത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് മേഖലയിലായാലും നമ്മുടെ സ്വാർത്ഥതയ്ക്കാണ് നാം മുൻതൂക്കം നൽകുക. അപ്പോൾ ഇവിടെ രുക്മിണിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ യോഗ്യനായ ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭീഷ്മകൻ രുക്മിണിയുടെ സഹോദരന്മാരുടെ, അതായത് രുക്മിണി മുതലായവരുടെ അഭിപ്രായം ആരാഞ്ഞു. അവരെ വിളിച്ചിരുത്തി പറയുകയാണ്, നോക്കൂ, എനിക്ക് പ്രായമേറെയായി, കണ്ണടയുന്നതിന് മുമ്പ് മകളെ യോഗ്യനായ ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ് മോഹം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറയൂ, നമുക്ക് ആലോചിക്കാം, അന്വേഷിക്കാം. അപ്പോൾ അച്ഛൻ ഇരിക്കുമ്പോൾ ചാടിക്കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിക്കേണ്ടതല്ലേ. ഇപ്പം രുക്മി പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പറയൂ. അപ്പം ഭീഷ്മൻ പറഞ്ഞു, നോക്കൂ, എൻ്റെ മനസ്സിൽ ഞാൻ പറയാമല്ലോ, മകളെ രുക്മിണിയെ സ്വീകരിക്കാൻ യോഗ്യൻ ദ്വാരകാധിപനായ കൃഷ്ണൻ മാത്രമാണ്. വേറെ ആരെ ഞാൻ ആ സ്ഥാനത്ത് കാണില്ല. കൃഷ്ണൻ എന്ന പേര് കേട്ടതും രുക്മി ചാടി എഴുന്നേറ്റു.
ആദ്യം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു, എതിരഭിപ്രായം പറഞ്ഞു. അച്ഛാ, ഞങ്ങളിൽ 5 പേരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇത് നടക്കാൻ പോണില്ല, നടത്തില്ല ഞങ്ങളെന്ന്. 5 പേരും ആ അഭിപ്രായത്തോട് ചേർന്നു. എന്ത് യോഗ്യതയാണ് കൃഷ്ണനുള്ളത് രുക്മിണിയെ സ്വീകരിക്കാൻ? എന്തെങ്കിലും ഒരു ചേർച്ച വേണ്ടേ? ഞങ്ങളുടെ കണ്ണിൽ രുക്മിണിക്ക് ചേരുന്ന ഭർത്താവ് അല്ലെങ്കിൽ വരനല്ല കൃഷ്ണൻ, ദ്വാരകാധിപനായ കൃഷ്ണൻ. അങ്ങ് എന്താണ് അയാളിൽ കണ്ടിരിക്കുന്നത്? കുലപാരമ്പര്യമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, രൂപഗുണമില്ല, പിന്നെ സ്വഭാവശുദ്ധിയില്ല. ഇങ്ങനെ ഒരു തരത്തിലും നമുക്ക് യോഗ്യമല്ലാത്ത, നമ്മുടെ വംശത്തോട് ചേരാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി? എന്താ വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്ന് പറയാൻ കാരണം? സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ ഏതാണ്ട് 10-64 ദിവസമാണ് അദ്ദേഹം വിദ്യ അഭ്യസിച്ചിരിക്കുന്നത്. അതൊന്ന്. പിന്നെ മാതാപിതാക്കളെക്കുറിച്ചൊരു വ്യക്തതയില്ല. വസുദേവരും ദേവകിയും നന്ദഗോപരും യശോദയും, ഇതിൽ തന്നെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ സ്വഭാവത്തെക്കുറിച്ച് പറയേണ്ട, എന്താ അമ്പാടിയിലെയോ വൃന്ദാവനത്തിലെയോ ഏതെങ്കിലും പെൺകുട്ടികളോട് പോയി ചോദിച്ചാൽ പറയാം അയാളുടെ സ്വഭാവം എന്താണെന്ന്. ഏതെങ്കിലും ഒരാൾ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? പെട്ടത് തന്നെ. അങ്ങനെ എത്ര മാതാപിതാക്കളാ അവിടെ ദുഃഖം സഹിച്ച് ജീവിക്കണം എന്നറിയാം. ഇങ്ങനെയൊക്കെ പറയണത്. പിന്നെ ചേർച്ച, അവർ തമ്മിലൊരു ചേർച്ച വേണ്ട. രുക്മിണി ആണെങ്കിൽ തനി തങ്കത്തിന്റെ നിറമാണ്, നോക്കി നിന്ന് പോകും. ഇപ്പൊ കൃഷ്ണനെയും രുക്മിണിയും അപ്പുറം നിർത്തിയോ നോക്കു വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തതുപോലെ ഒന്ന് കറുത്തിട്ട് ടോർച്ചടിച്ച് നോക്കണമുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ കറുത്ത കൃഷ്ണന്റെ അടുത്ത് ഈ തങ്കത്തിന്റെ നിറമുള്ള രുക്മിണിയെ ചേർക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? ഞങ്ങളില്ലെങ്കിലും അവൾ പുറത്തിറങ്ങി നടക്കേണ്ടതല്ല, ഇതെന്റെ ഭർത്താവാണെന്ന് പറയാൻ അവൾക്ക് സാധിക്കണ്ടേ? അപ്പൊ അതെങ്കിലും അച്ഛൻ ചിന്തിക്കേണ്ടത്. പിന്നെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ക്ഷത്രിയനാണെന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ സിംഹാസനത്തിലിരുന്ന് പ്രജകളെ ഭരിക്കാനുള്ള യോഗ്യതയോ അവസരമോ യദുവംശക്കാർക്കില്ല. അപ്പൊ യാദവംശത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ക്ഷത്രിയനാണ്. പക്ഷേ ആ ക്ഷത്രിയന്റെ ഒരു യോഗ്യതകളും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അംഗീകാരവും അയാൾക്കില്ല തന്നെ. അപ്പൊ പിന്നെ എന്താണ് അച്ഛൻ? അതുമാത്രമോ, സ്വന്തം അമ്മാവനെ വധിച്ചവനാണ്. പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? പിന്നെ മോഷണമായിരുന്നു പണ്ട് മുതലുള്ള തൊഴിൽ, അതിൽ പ്രാഗൽഭ്യമുണ്ട്. പശുക്കളെ മേച്ചുള്ള പരിചയവും, തമ്മിൽ തല്ലിൽ മിടുക്കനാണ്. ഇത്തരം അയോഗ്യതകളാണ് കൃഷ്ണനെ രുക്മിണിക്ക് നൽകുന്നതിന്, കൃഷ്ണ രുക്മിണിയെ നൽകുന്നതിന് തടസ്സമായി ഉന്നയിച്ചത്. ശരി, 5 പേരും ആ അഭിപ്രായത്തിൽ ഒരുമിച്ച് നിന്നപ്പോൾ പിന്നെ ഭീഷ്മകന് വേറെ വഴിയില്ല, അവർക്ക് വിട്ടുകൊടുക്കുകയാണല്ലോ പിന്നെയുള്ള മാർഗം. ശരി, നിങ്ങൾക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, നിങ്ങളുടെ ആലോചനയ്ക്ക് ഞാൻ വിടുന്നു. പഠിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ പോയിക്കോട്ടെന്ന് വിചാരിക്കല്ലാതെ വേറെ വഴിയില്ല. അവർ 5 ശക്തന്മാരാണ്. ഭീഷ്മകനാണെങ്കിൽ വയസ്സായി, സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള പരിതസ്ഥിതി അല്ല ഇപ്പോൾ. അതുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. എന്നാലും മനസ്സിലെ മോഹം അവരോട് പറഞ്ഞു. ശരി, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആരാ? ശിശുപാലൻ. ചേതിവംശാധിപനായ ശിശുപാലനെയാണ് ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് രുക്മിണിക്ക് ഭർത്താവായി. എന്താ ശിശുപാലൻ എത്ര യോഗ്യത? വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്. പിന്നെ ചേതിവംശവുമായി നമുക്കൊരു ബന്ധമുണ്ടായാൽ നമ്മുടെ അതിർത്തി വിസ്തൃതി കൂടും, സമ്പത്ത് വർദ്ധിക്കും, രാജസൂയം പോലുള്ള മഹാസംരംഭങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. അപ്പം രാജസൂയം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാർ മാത്രം അപൂർവമായി നടത്താറുള്ള ഏറ്റവും മുന്തിയ വൈദിക സംരംഭമാണ്, വൈദിക പദ്ധതിയാണ് രാജസൂയം. വേദകർമ്മങ്ങളിൽ രാജസൂയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വിധിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പം ഏറ്റവും മുന്തിയ വേദകർമ്മമായ രാജസൂയം വരെ നടത്താം. ഒരു രാജസൂയം നടന്നാൽ തലമുറകളോളം അതിൻ്റെ ഖ്യാതി നിലനിൽക്കും. പോരാ, സമ്പത്ത് വർദ്ധിക്കും, ഭൂവിസ്തൃതി വർദ്ധിക്കും, അവരുടെ ആധിപത്യം അഥവാ സ്വാധീനത്തിന് ശക്തി വർദ്ധിക്കും. ഇങ്ങനെ പല ഭൗതിക നേട്ടങ്ങളും രാജസൂയം വഴി ഉണ്ടാകും. അങ്ങനെ ഒരു രാജസൂയം നടത്താനുള്ള അവസരം നമുക്ക് ചേതിവംശവുമായി ബന്ധമുണ്ടായാൽ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ അവർക്ക് അതിലൊക്കെയാണ് കണ്ണം. അപ്പോൾ അവർ 5 പേരും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് നോക്കണം. ശരി, നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ ഞാൻ എതിര് നിൽക്കണില്ല, മകള് സുരക്ഷിതയായിരിക്കണം ഭാവിയിൽ എന്ന് മാത്രമാണ് എൻ്റെ മോഹം എന്ന് പറഞ്ഞ് ഭീഷ്മകൻ പിൻവാങ്ങി. അങ്ങനെ കുണ്ഠിനത്തിൽ രാജകുമാരുടെ വിവാഹം അത്യാഡംബരപൂർവ്വം നടത്താനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി സഹോദരന്മാർ 5 പേരും. അങ്ങനെ കൊട്ടാരത്തിൽ നടക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ വിവാഹം ഏറ്റവും മുന്തിയതായിരിക്കണം. അതിനുള്ള ഗംഭീരമായ ഒരുക്കങ്ങളിൽ അവർ വ്യാപൃതരായി മാസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു. വിവാഹത്തിന് 2 ദിവസം മുമ്പാണ് രുക്മിണി അറിയണത് തൻ്റെ വിവാഹം മറ്റന്നാളാണെന്ന കാര്യം. എങ്ങനെ അറിഞ്ഞു? ഇവരുടെ ആചാരപ്രകാരം വിവാഹിതയാകാൻ പോകുന്ന രാജകന്യകയെ വിവാഹദീക്ഷ വരിപ്പിക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പം അതിനുവേണ്ടി പുരോഹിതന്മാർ അന്തഃപുരത്തിൽ ചെല്ലുമ്പോഴാണ് രുക്മിണി അറിയുന്നത് 2 നാൾ കൂടി കഴിഞ്ഞാൽ തൻ്റെ വിവാഹമാണ്. ശരി, വിവാഹദീക്ഷയൊക്കെ വരിച്ചു. ഈ പുരോഹിതന്മാരിൽ നിന്ന് ചേതിവംശാധിപനായ ശിശുപാലനാണ് തൻ്റെ പതിയായി വരാൻ പോകുന്നതെന്നും രുക്മിണി അറിഞ്ഞു. പ്രതികരിച്ചില്ല. അങ്ങനെ പുരോഹിതന്മാർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, എന്താണൊരു പ്രതിവിധി? ഇത്രയും കാലം, അറിവായ കാലം മുതൽ
തൻ്റെ ഭർത്താവ് എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ പതി എന്നുള്ള സ്ഥാനം നൽകി ആരാധിച്ച് ആശ്രയിച്ചിരിക്കുന്നത് കൃഷ്ണനെയാണ്, ദ്വാരകാധിപനായ കൃഷ്ണനെയാണ്. ഇത്രയും കാലം എൻ്റെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബന്ധുക്കളും മാതാപിതാക്കളും ചേർന്ന് മറ്റൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തു ചെയ്യും? കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ കഴിയുന്ന രാജകുമാരി ഈ ഒരു സങ്കീർണ ഘട്ടത്തിൽ അവിടം വിട്ട് ദ്വാരകയിലെത്തി കൃഷ്ണനെ കണ്ടുമുട്ടുക ഒരു കാലത്ത് നടക്കാൻ പോണില്ല. അതുമാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിർണായകമായ ഒരു സന്ദർഭത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? കൃഷ്ണൻ്റെ അഭിപ്രായം മനസ്സറിയണം. ഏകപക്ഷീയമാണ്. തനിക്ക് കൃഷ്ണനോട് ഈ മനോഭാവമുള്ളത് തൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. കൃഷ്ണൻ ഇതിനെക്കുറിച്ച് അറിയുമോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ച് ഒരു ശക്തമായ നിലപാടോ തീരുമാനമോ കൈക്കൊള്ളണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുക എളുപ്പമല്ല. കാരണം സമയം വളരെ അടുത്തിരിക്കുന്നു. എന്താ കാരണം ഇങ്ങനെ ഒരു നിർണായക നിലപാടെടുക്കാൻ? കാരണം ഇതുവരെ താൻ മകളായിട്ടാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് അവസാന ശ്വാസം വരെ താൻ പത്നിയായി, അത് കഴിഞ്ഞാൽ അമ്മയായി, മുത്തശ്ശിയായി ജീവിക്കേണ്ടവളാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിന് ഒരു ഗതിമാറ്റമുണ്ടാകുന്ന നിർണായക സന്ദർഭം. ഇതുവരെ കൊട്ടാരത്തിൽ എല്ലാവരുടെയും വാത്സല്യം, സ്നേഹം, പരിചരണം, ബഹുമാനം ഇതൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും കഴിഞ്ഞിരുന്ന താൻ ആ സ്ഥാനത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ഒരു നിലയിലേക്ക്, ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു വലിയ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് താൻ ഇതുവരെ കണ്ടെത്തിയ ഒരു പങ്കാളിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സ്ഥാപിക്കാൻ രുക്മിണിക്ക് സാധിച്ചില്ല. സാധ്യമല്ല, ഒരാൾക്കും സാധിക്കാമില്ല. പതിവ്രത എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ പാതിവ്രത്യനിഷ്ഠയെ കൃഷ്ണൻ എന്നേക്കുമായി സമർപ്പിച്ചവനാണ് രുക്മിണി. ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നത് ഒരു കാലത്തും നല്ലതല്ല, അത് ധർമ്മവുമല്ല. പക്ഷെ എന്ത് ചെയ്യാം? താൻ നിസ്സഹായയാണ്. ഈ സന്ദർഭത്തിൽ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ കണ്ടുമുട്ടുക, അദ്ദേഹത്തോട് ഈ കാര്യം അവതരിപ്പിക്കുക, ആ കൃഷ്ണന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ശക്തമായ തീരുമാനം കൈക്കൊള്ളുക, ഇതൊന്നും ഈ സന്ദർഭത്തിൽ നടക്കണ കാര്യമേ അല്ല. പക്ഷെ നടന്നേ പറ്റൂ. നടക്കണ കാര്യം അല്ലെങ്കിൽ കൂടി അത് നടന്നേ പറ്റൂ. എന്ത് വഴി? ആലോചിച്ച രുക്മിണി ഒരു മാർഗം കണ്ടെത്തി. ഇന്നും കാണുമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. കുറേ കാലം ഒരുത്തൻ്റെ പിന്നാലെ നടന്നു. അവൻ നൽകിയ സമ്മാനങ്ങളുമൊക്കെ വാങ്ങി അനുഭവിച്ചു. കുറച്ച് കഴിഞ്ഞ് മാതാപിതാക്കൾ, അച്ഛനമ്മമാരിത് കണ്ടെത്തി പൂട്ടിയിട്ട് മുറിക്കുള്ളിൽ മര്യാദയ്ക്ക് ഇവിടെ കിടക്കണം. എന്നിട്ട് അവിടെ നിന്ന് ആലോചിച്ച് ഒരുത്തനെ കണ്ടെത്തി കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയപ്പോൾ അവൻ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇത്രയും കാലം പിന്നാലെ നടന്ന് എന്ത് ചെയ്യും? അപ്പോൾ ഒട്ടനെ അവസാനം ഇവിടെ ഒരു എഴുത്തെഴുതെന്താ, ഇത്രയും കാലം ഞാൻ നിന്നെ ഒരു ചേട്ടനെ പോലെയാണ് കണ്ടിരുന്നത്, മറ്റന്നാൾ എൻ്റെ വിവാഹമാണ്, കൂട്ടുകാരോടൊപ്പം വരണമെന്നൊരു SMS അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ ഒരു കത്ത്, മിക്കവാറും SMS അയക്കാനാണ് വഴി. യവനിങ്ങനെ കഞ്ചാവും വലിച്ച് മുടിയും താടിയും നീട്ടി വളർത്തി വല്ല കലങ്ങിൻ്റെ മുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഇങ്ങനെ കാലം കഴിക്കും, തള്ളി നീക്കും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ഇത്തരം ഒരു രീതി പ്രലോഭനങ്ങൾക്കും അതുപോലെ ഭീഷണികൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ പകച്ചു പോവുകയോ അല്ലെങ്കിൽ ഗതി മാറുകയോ ചെയ്യുന്ന മട്ടിലേക്ക് ആധുനിക കൗമാരാന്ത്യം അല്ലെങ്കിൽ യൗവനാരംഭം മാറിയിട്ടുള്ളത് നമുക്ക് കാണാം. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറിവ് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യവും ജീവിതത്തിൻ്റെ ദിശയും മനസ്സിലാക്കേണ്ട വിദ്യാഭ്യാസ കാലത്ത് തന്നെ സംഭവിക്കുന്ന അധാർമിക പ്രവണതകൾ, അതിൻ്റെ പരിണിതഫലം നമ്മൾ നിത്യേന കാണുകയാണ്. അപ്പം ഇതുപോലെ രുക്മിണിയെപ്പോലെ സുചിന്തിതമായി തീരുമാനമെടുക്കാൻ, തൻ്റെ അഭിപ്രായത്തിലും നിലപാടിലും ഉറച്ചു നിൽക്കാൻ, എന്തുകൊണ്ടാണ് ആ അഭിപ്രായം? അത് വളരെ ആലോചിച്ചിട്ടാണ് രുക്മിണി സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ഒരാൾ പറഞ്ഞത് കേട്ട് ഉടനെ അയാളോടൊരു അനുരാഗവും ഒരു പ്രണയവും തോന്നി അത് വേണമെന്ന് വാശി പിടിക്കുകയോ ശഠിക്കുകയോ അല്ല ചെയ്യുന്നത്. പലതവണ ആലോചിച്ചു രുക്മിണി. ഈ ദാമ്പത്യ ബന്ധത്തിൽ എത്രത്തോളം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകും, അതൊക്കെ താങ്ങാൻ തൻ്റെ മനസ്സ് ശക്തമാണോ? കൃഷ്ണനെക്കുറിച്ച് പലരും പറയുമല്ലോ. ആ പറഞ്ഞത് കേട്ടതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി, പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിതി, ഇങ്ങനെ പലതും കേട്ട് തനിക്ക് അനുരൂപനാണോ എന്നുള്ളതല്ല, താൻ അദ്ദേഹത്തിന് അനുരൂപയാണോ എന്നതാണ് രുക്മിണി ചിന്തിച്ചിട്ടുണ്ടാകുക. അങ്ങനെയാ ചിന്തിക്കണം. തനിക്ക് അനുരൂപനാണോ ഭഗവാൻ അല്ലെ കൃഷ്ണൻ എന്നുള്ളതല്ല, ഇത്തരം യോഗ്യതകളുള്ള അല്ലെങ്കിൽ മഹത്വങ്ങളുള്ള കൃഷ്ണനെ ചേർന്നവളാണോ താനെന്ന് രുക്മിണി പരിശോധിച്ചിട്ടുണ്ടാകും. അവിടെയാണ് നമ്മൾക്ക് പലപ്പോഴും പകച്ചു പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ വേളകളിൽ ഈ ഒരു ചേർച്ച സംഭാവ്യമാണോ, അതിന് വേണ്ടത്ര ഉറപ്പുണ്ടോ, ദൃഢതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് നമുക്കിന്ന് കാണാം. എന്താ കാരണം? ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയോ കുടുംബ പശ്ചാത്തലമോ ആധുനിക സൗകര്യങ്ങളോ അല്ലെങ്കിൽ വിനോദമാർഗങ്ങളോ അത്തരത്തിലുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിരിക്കുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന തത്വസമീക്ഷാ സത്ര വേദിയിൽ തന്നെ ഈ ശബ്ദം പലതവണ ഉദ്ഘോഷിച്ചിട്ടുള്ളതാണ്, ഈ ഒരു സന്ദേശം. കാരണം 15-ാമത്തെ വയസ്സിൽ അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് 5-ാമത്തെ വയസ്സിൽ അറിഞ്ഞു എന്ന് വന്നാൽ അതൊരു മികവല്ല.
പലരും അതിൽ അഭിമാനിക്കുന്നത് കാണാം. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായപ്പോൾ അല്ലെങ്കിൽ 3 വയസ്സായപ്പോൾ 7 വയസ്സായപ്പോൾ ആധുനിക യന്ത്ര സംവിധാനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാമർഥ്യം നേടിയെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. 15-ാമത്തെ വയസ്സിൽ അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് 5-ാമത്തെ വയസ്സിൽ അറിഞ്ഞുവെങ്കിൽ അത് അറിവല്ല, അത് വൈകല്യമാണ്. ആ വൈകല്യമാണ് ജീവിതത്തെ വികലവും വികൃതവുമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ അറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് അറിയേണ്ട സമയത്ത് അറിയേണ്ടവരിൽ നിന്ന് അറിയേണ്ടതുപോലെ അറിയുമ്പോഴേ അത് അറിവായി മാറൂ. അല്ലാത്തത് മുഴുവൻ ദുരുപയോഗത്തിന് വിധേയമാകുകയാണ് ചെയ്യണത്. ഇന്നതാ കണ്ടുവരണം. നമ്മൾ സർവ്വസാധാരണമായി കാണുന്നതാണത്. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടി വരുന്നു? ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് 95% ജനങ്ങളും ശ്രോതാക്കളും ഗൃഹജീവിതത്തിൽ കഴിയുന്നവരാണ്. അപ്പോൾ ഗൃഹസ്ഥധർമ്മമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം. ഇവിടെ പറയുകയുണ്ടായി, ബ്രഹ്മചര്യാശ്രമത്തിലും വാനപ്രസ്ഥികൾക്കും അതുപോലെ സന്യാസാശ്രമികൾക്കും വേണ്ട സംരക്ഷണവും അവർക്ക് വേണ്ട പ്രവർത്തന തുറകളുമൊക്കെ നൽകിക്കൊണ്ട് മനുഷ്യ സമുദായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഗൃഹസ്ഥ ജീവിതത്തെ ആശ്രയിച്ചിട്ടാണ്. എത്ര മഹത്തായ, എത്ര ഉത്കൃഷ്ടമായ ഒരു ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അറിയാതെ ഇതിന് പുറപ്പെടുമ്പോഴാണ് ഈ അപകടം പിണയണത്. അപ്പോൾ ആ ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടത്. രുക്മിണീ സ്വയംവരത്തെക്കുറിച്ച് കേൾക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പോകുമ്പോൾ ഓരോരുത്തരിലും ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഉണരേണ്ടതാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം എടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ ഇരുകൂട്ടരുടെയും അറിവ്, അവരുടെ പാരമ്പര്യം, അവരുടെ വർത്തമാനകാല പശ്ചാത്തലം ഇതൊക്കെ ചേർച്ചയുള്ളതാണോ? അതിന് പല കാര്യങ്ങളുണ്ടാകും. ഇന്നത്തെ ഓരോ കാലത്തുള്ള വൈവാഹിക ബന്ധങ്ങൾക്ക് അതിൻ്റെതായ നിയമവ്യവസ്ഥകളും പശ്ചാത്തലങ്ങളും ഉണ്ടാകും. പക്ഷെ ഇന്ന് കാണുന്നത് എന്താ? വിവാഹത്തിൻ്റെ പേരിലുണ്ടാകുന്ന അത്യാഡംബരം, ധൂർത്ത് നമ്മെ വലിയൊരു വിപത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയ വിപത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഒരു 19 വർഷത്തിന് മുമ്പ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അന്നത്തെ മതപരമായ നിർദ്ദേശങ്ങളുടെയും മതപരമായ അനുഷ്ഠാനങ്ങളുടെയും വേലിയേറ്റം ഒരു ഭാഗത്ത്, അതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ നടക്കുന്ന അന്ധവിശ്വാസവും ചൂഷണവും വേറൊരു ഭാഗത്ത്, ഭരണാധികാരികളുടെ നിരുത്തരവാദമായ പെരുമാറ്റം വേറൊരു ഭാഗത്ത്, അധിനിവേശ ശക്തികളുടെ ആക്രമണം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ വളരെ സമ്മർദ്ദത്തിലിരുന്ന കേരളത്തിൻ്റെ ഒരു ചിത്രം, അല്ല ഒരു പഴയകാല പടം നമുക്ക് പല സാഹിത്യ ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ഒരു ജീവചരിത്രകാരൻ്റെ, നിങ്ങളത് പലപ്പോഴും പറയാറില്ല, ഒരു സാമൂഹിക നേതാവിൻ്റെ, ഒരു സാമുദായിക പ്രവർത്തകൻ്റെ ജീവചരിത്രം അല്ല ആത്മകഥ അടുത്ത കാലത്ത് വായിക്കാനിടയായി. അപ്പം അദ്ദേഹം അതിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് കഴിയുന്ന ആ കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹം 4 കാരണങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിട്ടുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നട്ടലും അല്ലെങ്കിൽ ആധാരശിലയുമാണല്ലോ. വ്യക്തികൾ ചേർന്ന് കുടുംബം സംഭവിക്കണു, ആ കുടുംബങ്ങൾ ഒന്നിക്കുന്നതാണ് സമൂഹമാണ് രാഷ്ട്രമായി പിന്നീട് വിപുലമാകുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് അഥവാ വീക്ഷണം എല്ലാവർക്കും അറിയാം. അപ്പോൾ വ്യക്തികൾ ഒന്നിക്കുന്ന കുടുംബം കാലക്രമേണ അവരുടെ ആ സ്ഥാപനമോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ അന്യം നിൽക്കുകയോ നശിക്കുകയോ ചെയ്യുന്നതായി കാണപ്പെടുകയുണ്ടായി. എന്തേതിന് കാരണം? അപ്പം നമുക്കൊക്കെ അറിയാം, പഴയ 4 കെട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. തറവാടുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത്, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ അനവധി 4 കെട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഒരു 4 കെട്ട് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ ആ 4 കെട്ടുകളൊക്കെ കാലാന്തരത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദയനീയ ചിത്രം അദ്ദേഹം വരച്ചു വെക്കുന്നുണ്ട് തൻ്റെ ആത്മകഥയിൽ. എന്തുകൊണ്ട് ഈ 4 കെട്ടുകളൊക്കെ ക്ഷയിച്ചു, തകർന്നു, തരിപ്പണമായി എന്ന് അന്വേഷിച്ച ഒടുവിൽ അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി വിവരിക്കുന്നുണ്ട്. വളരെ സരസമായി, രസകരമായിട്ടാണ് അദ്ദേഹം പരാമർശിക്കുന്നതെങ്കിലും നാം ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. 4 കെട്ടുകൾ തകർന്ന് തരിപ്പണമാകാൻ കാരണം 4 കെട്ടുകളാണ്. നോക്കൂ, 4 കെട്ടുകൾ തകർന്ന് തരിപ്പണമാകാൻ, മണ്ണടിയാൻ കാരണം 4 കെട്ടുകളാണ്. എന്തെങ്കിലും പിടികെട്ടുന്നുണ്ടോ? പ്രാസോപ്പിച്ച് എഴുതിയിരിക്കുക. വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഏതൊക്കെയാണ് 4 കെട്ടുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു 4 കെട്ടെന്ന് പറയുമ്പോൾ 4-5 തലമുറകൾ ഒന്നിച്ചവിടെ ഉണ്ടാകും. ഒരു കാരണവരുടെ നേതൃത്വത്തിൽ വലിയ വിശാലമായ കുടുംബഭരണം, അനവധി അംഗങ്ങൾ, ധാന്യപ്പുര, കന്നുകാലിത്തൊഴുത്ത്, വൈക്കോൽ തുറു, പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ കുടീരങ്ങൾ, വലിയ പറമ്പ്, അതിൻ്റെ മധ്യത്തിൽ തലയെടുത്ത് നിൽക്കുന്ന 4 കെട്ട്. അപ്പോൾ 4-5 തലമുറകൾ ഒന്നിച്ചു ചേർന്നിരുന്ന ഈ 4 കെട്ടുകൾ കാലക്രമേണ തകർന്ന് മണ്ണോട് ചേരുന്ന ദയനീയമായൊരു സ്ഥിതിവിശേഷം. കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ തല്ലി നാനാഭാഗത്തേക്കും പോയി, ഉള്ള സ്വത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും അപഹരിച്ചു, പണയപ്പെടുത്തി. ഇങ്ങനെയുള്ള ദയനീയ ചിത്രം കണ്ട് അദ്ദേഹത്തിൻ്റെ കാരണം അന്വേഷിച്ചെന്ന് കണ്ടെത്തിയ 4 ഘടകങ്ങളാണ്, 4 കെട്ടുകളാണ് 4 കെട്ടുകൾ തകരാൻ കാരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഏതൊക്കെ 4 കെട്ടുകളെന്നറിയാമോ? ആദ്യത്തേതാണ് താലികെട്ട്. നോക്കൂ,
വിവാഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ ധൂർത്ത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആഡംബരം, ഒരു വിവാഹം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നറിയാം. ആരെയെങ്കിലും അനുകരിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ അനാവശ്യമായ അഭിമാനം ഉയർത്തിക്കാട്ടാനോ വേണ്ടി ഇത്തരം ആഡംബരങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തേത് അതാ. പഴയകാല കല്യാണങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയാം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമുണ്ടാകും. വാദ്യങ്ങളും മേളങ്ങളും സദ്യയും അതൊക്കെയായി ദിവസങ്ങളോളം അങ്ങ് നീണ്ടു നിൽക്കും. ഒരു വിവാഹം കഴിയുമ്പോഴേക്ക് കാർന്നവരുടെ മടിശീലയുടെ കനം കുറയും. ഒന്നുകിൽ എന്താ, സ്വത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പണയം വെക്കണം, അല്ലെങ്കിലോ വിറ്റൊഴിവാക്കണം. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പഴയകാല കുടുംബനാഥന്മാർക്ക് പോകേണ്ടി വന്നു വിവാഹം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒന്ന് താലി കെട്ടും, രണ്ടാമത്തേത് കേസ് കെട്ടും. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരം നേരെ പോകുന്നത് കോടതിയിലേക്ക്. വാദവും പ്രതിവാദവും ഒക്കെയായി കോടതി ചെലവ്, വക്കീൽ ഫീസ്, യാത്രാക്കൂലി എന്ന് പറഞ്ഞ് പോയി തറവാട്ടിൻ്റെ നല്ല സ്വത്ത് മുട്ടിച്ചു. മൂന്നാമത്തേത് കുതിരകെട്ട്. അത് നിങ്ങൾക്കൊന്നും അത്ര വലിയ പരിചയമില്ല. തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്കൊന്നും വന്നിട്ടുള്ളവർക്ക്, തിരുവനന്തപുരം മുതൽ ഏതാണ്ട് എറണാകുളത്തിന് വടക്ക് ഭാഗത്തുള്ളവർക്ക് അറിയാം ഈ എടുപ്പ് കുതിരകെട്ട്. ചുറ്റുകുളങ്ങരയൊക്കെ അതിൻ്റെ വലിയ ആഘോഷമാണ്. കുതിരയുമായി യാതൊരു രൂപസാദൃശ്യവുമില്ലാത്ത ഈ വസ്തു ഇവിടെയൊക്കെ തന്നെ കാവടിയാട്ടത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, പീലിക്കാവടി. അതിനേക്കാൾ ഏതാണ്ട് 10-15 മടങ്ങ് വലിപ്പമുള്ള എടുപ്പ് കുതിരകൾ എന്നതിന് പറയുക. കുതിരയുമായി യാതൊരു സാദൃശ്യവുമില്ല. ഒരു 100-150 പേര് വേണം ഈ വലിയ രൂപമെടുത്ത് തോളത്ത് വെച്ച് കൊയ്തൊഴിഞ്ഞ പാടത്ത് കൂടി വലിച്ചഴച്ചു കൊണ്ടുവന്ന് ദേവീക്ഷേത്രത്തിന് ചുറ്റും അല്ലെങ്കിൽ ഗ്രാമദേവതയുടെ ക്ഷേത്ര സന്നിധിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് താഴ്ത്തി വയ്ക്കാൻ. എന്നിട്ട് കുതിര എടുക്കുകയല്ല, എടുത്ത് മറിക്കുമ്പോൾ അത് മറിഞ്ഞു വീഴാതിരിക്കാൻ 4 ഭാഗത്തേക്കും വടം കെട്ടി പിടിച്ചു നിൽക്കുന്ന വേറൊരു കൂട്ടർ. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, വിവരമുള്ള മനുഷ്യരാണെങ്കിൽ ഇത് ചെയ്യുമായിരുന്നില്ല. മനുഷ്യൻ കുതിരയുടെ തോളത്ത് സഞ്ചരിക്കുമെന്നല്ലാതെ, മുതുകത്ത് സഞ്ചരിക്കുമെന്നല്ലാതെ മനുഷ്യന്റെ തോളത്ത് കുതിര സഞ്ചരിക്കുന്ന ഒരേ ഒരു നാട് സാംസ്കാരിക കേരളം മാത്രമായിരിക്കുമെന്ന വിവരമില്ലാത്തതിൻ്റെ പേരിലായി ചെയ്യണത്. മനുഷ്യൻ സഞ്ചരിക്കാൻ കുതിരയോ കഴുതയോ ആനയോ തൻ്റെ അടിമയായി തൻ്റെ വരുതിയിൽ നിർത്തും. ആ കുതിരയ്ക്ക് കയറാൻ പ്രതീകാത്മകമായിട്ടാണെങ്കിൽ കൂടി തൻ്റെ തോള് കാണിച്ചു കൊടുത്ത മനുഷ്യൻ എത്രമാത്രം വിവരശൂന്യനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന്. അപ്പോൾ കുതിര കെട്ട് കഴിഞ്ഞാൽ അവസാനത്തതാണ്. അതപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പരിചയം. 4ാമത്തെ കെട്ട് നമുക്ക് വളരെ പരിചയമുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാർക്ക്. ഏതാണെന്നറിയാമോ? വെടിക്കെട്ട്. അപ്പോൾ ഈ താലികെട്ടും കേസുകെട്ടും കുതിരകെട്ടും വെടിക്കെട്ടുമായി കഴിഞ്ഞിരുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ദയനീയ ചിത്രം, അധപ്പതനം, അതുവഴിയുണ്ടായ ആധിപത്യം ചിത്രീകരിക്കാൻ അദ്ദേഹം ഒരുപാട് വിവരങ്ങൾ ഇവിടെ നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ ഇന്നും മാറിയിട്ടില്ല. ഒരു 50-60 വർഷം മുമ്പ് ഉള്ള സ്ഥിതി അതായിരുന്നുവെങ്കിൽ ഒരു 50-60 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും വലുതായി, വിവരസാങ്കേതിക വിദ്യയിൽ മികവുള്ളവരായി, സാമ്പത്തിക മേഖലയിൽ നമ്മൾ വളരെയധികം അഭ്യുന്നതി കൈവരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും നേട്ടം കൈവരിച്ചു, കൊയ്ത് മുന്നേറുന്നു എന്ന് പറയുമ്പോഴും തുടക്കത്തിലാണ് നമ്മൾ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതി ഇപ്പോഴും കണ്ടുവരുന്നത്. ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും പേരിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം സമൂഹത്തിൻ്റെ മാത്രമല്ല കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും സാംസ്കാരികമായ ച്യുതിക്ക് ഇതൊക്കെ വഴിവെക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി ഓർമ്മയുണ്ടാകും. സനാതനധർമ്മത്തെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ ക്ഷേത്രങ്ങളും ദേവസന്നിധികളും തപോകേന്ദ്രങ്ങളും വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവർക്കും സുവ്യക്തമാണ്. അപ്പോൾ കേരളത്തിൽ ധാരാളമായി പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു സ്ഥിതി നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു ചിത്രത്തിൻ്റെ വ്യക്തത വളരെ ഭംഗിയായി ബോധ്യപ്പെടും. ഇതാ കണ്ടുവരണത്. അപ്പോൾ ഈ താലികെട്ട് എന്ന് പറയുന്ന ഈ ധൂർത്ത് ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ശൈഥില്യത്തിൻ്റെ പ്രഥമകാലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അതിലുണ്ടാക്കിയിരിക്കുന്ന ഈ ആഡംബരം, അനാവശ്യമായ പ്രകടനങ്ങൾ, അതെന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കണില്ല. അപ്പോൾ ഇങ്ങനെ ഭീഷ്മകൻ തൻ്റെ മകളെ രാജോചിതമായ രീതിയിൽ കൃഷ്ണന് നൽകാനുള്ള ഒരുക്കങ്ങൾ മനസ്സിൽ ചിന്തിച്ചുവെങ്കിലും അത് നടക്കാതെ പോയപ്പോൾ രുക്മിയുടെ നേതൃത്വത്തിൽ അത് ശിശുപാലന് നൽകാൻ തീരുമാനിച്ചു. ശരിയാകട്ടെ. പക്ഷേ രുക്മിണിയുടെ സ്ഥിതിവിശേഷം നോക്കൂ. ഇത്രയും കാലം തൻ്റെ ഭർത്താവായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പകരം ആ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ശിശുപാലനെ പ്രദർശിക്കാൻ സാധ്യമല്ലാത്ത രുക്മിണി എന്ത് ചെയ്തു? ആലോചിച്ചു, എന്താ ഒരു പ്രതിവിധി വഴി? എന്തായാലും കൃഷ്ണനെ ഇക്കാര്യം അറിയിച്ചേ മതിയാകൂ. കൃഷ്ണന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ, അത് എത്ര ശക്തമായാലും ചെറുതായാലും. അപ്പോൾ ഇവിടെ രുക്മിണിക്ക് നേരിട്ട് ദ്വാരകയിൽ പോകാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്തു രുക്മിണി? നേരിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു സുഹൃത്തിനെ, തന്നെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന ഒരാളെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പം ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് നേരിട്ട് ഒരു കാര്യം മറ്റൊരാളെ ധരിപ്പിക്കാൻ കഴിയാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പരിതസ്ഥിതിയിൽ ആ ദൗത്യം അഥവാ ആ ചുമതല നാം മറ്റൊരാളെ ഏൽപ്പിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാണല്ലോ
നമ്മൾ എന്ത് പറയുക? ദൂതൻ അഥവാ മെസ്സഞ്ചർ എന്ന് പറയുക. ഭാരതീയ ജീവിത ദർശനങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രമേഖലകളിൽ ഒരു ദൂതനെ തിരഞ്ഞെടുക്കാനുള്ള അനവധി മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നാം ഒരു ചുമതല ഒരാളെ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു സന്ദേശം ഒരാളുടെ കൈവശം കൊടുത്തു വിട്ടാൽ അത് വേണ്ടവണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഒരാൾക്ക് യോഗ്യതയുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മുൻകൂട്ടി അറിയാൻ എന്താ വഴി? അങ്ങനെയുള്ള അനേക ലക്ഷണങ്ങൾ വഴി ഒരാളെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നടക്കുമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്ന ദൂത ലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ദൂതം ചൈവ പ്രകുർവീതം സർവശാസ്ത്ര വിശാരദം ഇംഗിതജ്ഞം തഥാസഭ്യം ദക്ഷം സത്കുല സംഭവം യഥോക്തവാദി ദൂതസ്യാതെന്ന് നീണ്ടുപോകുന്നു ഒരു സന്ദേശവാഹകനെ തിരഞ്ഞെടുക്കാനുള്ള പട്ടിക. അയാളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ യോഗ്യതകൾ എന്തായിരിക്കണം? ശാസ്ത്രജ്ഞാനമുള്ളവനായിരിക്കണം. ഓരോ ദേശത്തും സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടാകണം. ഇപ്പം കേരളം മലയാള ഭാഷ സംസാരിക്കുന്നതിൻ്റെ പേരിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഈ 3 മേഖലകളും സമന്വയിച്ച് കേരളം എന്നുള്ള സംസ്ഥാനമായി രൂപം കൊണ്ടു. അപ്പോൾ കേരളത്തിലുടനീളം മലയാളമാണ് സംസാര ഭാഷയെങ്കിലും പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. 14 ജില്ലകളിലും സഞ്ചരിച്ച് നോക്കുമ്പോൾ 14 അല്ല 18 തരത്തിലാണ് അല്ലെങ്കിൽ 28 തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് സംസാരിക്കുന്നത് പോലെയല്ല കണ്ണൂർ പറയുന്നത് പോലെയല്ല കോഴിക്കോട്ടെ സംസാര ശൈലിയല്ല പാലക്കാട്ട് നിന്ന് തൃശ്ശൂർ വരുമ്പോൾ മാറി. എറണാകുളത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞല്ലോ, കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ, ആലപ്പുഴ ചെല്ലുമ്പോൾ, കൊല്ലത്ത് ചെല്ലുമ്പോൾ, പിന്നെ അങ്ങോട്ട് കൊല്ലം വിട്ട് തിരുവനന്തപുരം അങ്ങനെ പോയി തെക്കോട്ട് പോകുന്തോറും സംസാരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോവും, ശൈലി തന്നെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദേശത്തും സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് പ്രയോഗ ഭാഷയെക്കുറിച്ച് സാമാന്യ വിവരമെങ്കിലും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അബദ്ധം പിണയും. കാരണം നമ്മൾ ഇവിടെ നിന്ന് കേട്ട് അവിടെ പോയി പറയുന്ന പല വാക്കുകളും ആഭാസമോ അസഭ്യമായി തീരാം. അപ്പോൾ വിപരീത പ്രതികരണമായിരിക്കും ഉണ്ടാകുക, ഫലമായിരിക്കും ഉണ്ടാകുക. മധ്യ തിരുവിതാംകൂറിൽ നിന്നൊരു കൂട്ടര് പാറശാലയ്ക്കപ്പുറം കളിയിക്കാവിള പെണ്ണ് കാണാൻ പോയി. കളിയിക്കാവിള പോയിട്ടുള്ളവർക്ക് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശം നെയ്യാറ്റിൻകര, പാറശാല, ഉദിയൻകുളങ്ങര, കളിയിക്കാവിളയൊക്കെ ചെന്നാൽ അവരുടെ സംസാര രീതി നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഇങ്ങനെയൊക്കെ മലയാളം പറയാൻ പറ്റുമെന്ന് തോന്നിപ്പോവും. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഈണം അല്ലെങ്കിൽ വാക്കുകളുടെ പ്രയോഗമാണ് അവർക്കുള്ളത്. അപ്പോൾ അവിടെ പെണ്ണ് കാണാൻ പോയി അവിടെ ചെന്ന് കാരണവരൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടനെ ആ വീട്ടിലെ മുതിർന്ന കാരണവർ അകത്തേക്ക് നോക്കി പറഞ്ഞു, എന്താ ആ ഒരു രംഗമുണ്ടല്ലോ, എന്താ ഒരു തളികയിൽ ചായയോ കാപ്പിയോ ഒക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങിയ പെൺകുട്ടി നമ്രശിരസ്കയായി ഇങ്ങനെ മന്ദം അടിവെച്ച് വരുന്നൊരു സീനുണ്ട്. അങ്ങനെയാണല്ലോ ആ പെണ്ണ് കാണൽ എന്ന് പറയുന്ന ചടങ്ങ് ആരംഭിക്കുക. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഈ കാരണവർ അകത്തേക്ക് നോക്കി പറഞ്ഞു, കളിയിക്ക് അവിടെയാണെന്ന് ആലോചിക്കണം സ്ഥലം. അപ്പം അകത്തേക്ക് നോക്കി പറഞ്ഞു, എന്നാലും അപ്പിയിട്ട കാപ്പി കൊണ്ടുവരൂ എന്നങ്ങോട്ട് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. അവിടെ കുട്ടികളെ വാത്സല്യത്തോടുകൂടി വിളിക്കണ പേരാണിത്. ഇപ്പം മധ്യ തിരുവിതാംകൂറിലൊക്കെ കേരളത്തിൻ്റെ നടുക്ക് പ്രദേശമൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഈ പോയവർ കാപ്പിയും വേണ്ട, പെണ്ണും വേണ്ട, കല്യാണവും വേണ്ടെന്ന നിലയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ്. ഇങ്ങനെ അവിടെ ആൾക്കാരെ സ്വീകരിക്കുക? ഒരാൾ വീട്ടിൽ വന്ന് കയറിയ ഇങ്ങനെയാണോ അവർക്ക് കാപ്പി കൊടുക്കുക? ഇതിട്ടാണോ കാപ്പി കൊടുക്കുക? അവിടെ അദ്ദേഹം വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഓരോ ദേശത്തും സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ച്, പ്രയോഗത്തെക്കുറിച്ച് അല്പമെങ്കിലും പരിജ്ഞാനമില്ല എങ്കിൽ അബദ്ധങ്ങൾ പിണയും. അപ്പം അതുകൊണ്ട് ദേശഭാഷാ വിശാരദ, അതുപോലെ പറയണത് പോലെ അവിടെ ചെന്ന് പറയാൻ കഴിവുണ്ടാകണം. ഇവിടെ പറയണതൊന്നും അവിടെ ചെന്ന് അവതരിപ്പിക്കണത് വേറൊന്നുമായാൽ കാര്യം നടക്കാൻ പോണില്ല. അപ്പം അതിനെക്കുറിച്ച് നല്ല വിവരമുണ്ടായിരിക്കണം. പിന്നെ വിനയമുണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സൗശീല്യങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം എന്തൊക്കെയാണ് ഒരു ദൂതനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെന്ന് പറയുന്നതോടൊപ്പം എങ്ങനെയുള്ളവരാകരുത് അങ്ങനെയുണ്ട്. പ്രശ്നവാദി ഗുരുർ മൗനികമേക സ്തംഭമൂലക അങ്ങനെ പോകണു. എങ്ങനെയാ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ഒരു 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നമ്മെ നിരുത്സാഹപ്പെടുത്തും. ഒരു കൂട്ടർ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഗുരുക്കന്മാരെ പോലെ എല്ലാം എനിക്ക് അറിയാമെന്ന ഭാവത്തിലിരിക്കുന്നവരെ ഒരു കാര്യം ഏൽപ്പിക്കരുത്. മൗനി, മിണ്ടില്ല, വടി വിഴുങ്ങിയതുപോലെ എന്ത് പറഞ്ഞാലും പ്രതികരണമില്ലാത്തയാൾ. കിമേക, വേറെ ചില കൂട്ടരുടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഒരു കൂട്ടിന് ഒരാളെയും കൂടി. സ്തംഭമൂലക, വേറെ ചില മുഖത്ത് നോക്കി നേരെ വർത്തമാനം പറയില്ല. ഒരാളുടെ ഒരു കാര്യം പറഞ്ഞു വിട്ടാൽ അതവരുടെ മുമ്പിൽ ചെന്ന് വേണ്ടവണ്ണം പറഞ്ഞ് മനസ്സിലാക്കുന്നവനല്ലേ അതിന് അയക്കേണ്ടത്. ഇതല്ല, മറഞ്ഞു നിന്ന് വർത്തമാനം പറയും, ഒളിച്ചു നിന്ന് വർത്തമാനം പറയും. പിന്നെ വേറെ ചില കൂട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാന്നൊക്കെ പറയും, ഏറ്റെടുക്കും, പക്ഷേ ചെയ്യില്ല, അത് വേറൊരാളെ ഏൽപ്പിക്കും. ആ ഏറ്റാൾ വേറൊരാളെടുത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കുമെന്നല്ലാതെ ഒരിക്കലും കാര്യം നടക്കാൻ പോണില്ല. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാളെ എടുക്കരുത്. പിന്നെ വേറെ ചില കൂട്ടരുണ്ടല്ലോ, പറഞ്ഞ് തീരണ്ട, അതിനു മുമ്പേ ശരം വിട്ടതുപോലെ പായും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ശരിയെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക നടക്കില്ല.
അപ്പം ഇത്തരക്കാരെ ഒരിക്കലും ഒരു കാര്യം ഏൽപ്പിക്കരുത്, അതൊന്നും നടക്കാൻ പോണില്ല. ഇവിടെ രുക്മിണി എന്തുകൊണ്ട് തൻ്റെ സുഹൃത്തായ ബ്രാഹ്മണനെ സ്വീകരിച്ചു ദൂതനായി എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ രുക്മിണി ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ശാസ്ത്രജ്ഞാനമുള്ളവളാണ് രുക്മിണി, വെറുതെ ഒരു കഥാപാത്രമല്ല. ഒരു കാര്യം നടപ്പിലാക്കാൻ എത്രത്തോളം ശ്രദ്ധയും അതുപോലെ ജാഗ്രതയും പുലർത്തണം. ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് നടത്താൻ അയാൾക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് രുക്മിണി ഒരു സാധാരണ കഥാപാത്രമാണെന്ന് ധരിക്കുകയും ചെയ്തു പോകരുത്. ശരി, അപ്പോൾ എന്തായാലും ബ്രാഹ്മണനെ വിളിപ്പിച്ചു, ബ്രാഹ്മണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, പോകാം എന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചതിന് ശേഷം പറഞ്ഞു, നോക്കൂ രുക്മിണി, ഞാൻ ഇത്രയും ദൂരം ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ കണ്ട് ഈ കാര്യം വിവരിക്കുമ്പോൾ നിന്നെപ്പോലെ അത്ര വികാര തീവ്രതയോ അല്ലെങ്കിൽ അത്രയും മാത്രം ഒരു വിവരണമോ എനിക്ക് നൽകാൻ സാധിച്ചൊന്നുമില്ല. ഒന്നാമത് എൻ്റെ പ്രായം, പിന്നെ യാത്രാക്ഷീണം, ഇങ്ങനെ പലതും കൊണ്ട് നിന്റെ ഈ ആഗ്രഹം അല്ലെങ്കിൽ നിന്റെ ഈ മോഹം നടക്കാതെ പോയാൽ അത് വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്, നിനക്ക് എന്തൊക്കെയാണോ കൃഷ്ണനോട് പറയാനുള്ളത് അതൊക്കെ ഒരു സന്ദേശ രൂപത്തിൽ എഴുതി തരൂ, ഞാനത് കൃഷ്ണന് നൽകാം. ഇതാണ് ശാസ്ത്രജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ആദ്യം പറഞ്ഞല്ലോ, നാം ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ചുമതല നമ്മെ ബന്ധിക്കില്ല, എന്നുള്ളത് നടക്കുകയും ചെയ്യും. എങ്ങനെ ചേമ്പലിയിലെ വെള്ളം പോലെ ആ കാര്യം നിർവഹിക്കാൻ തൻ്റെ സാന്നിധ്യമോ തൻ്റെ പങ്കാളിത്തമോ പ്രയോജനപ്പെടുമെങ്കിൽ കൂടി ആ പ്രവൃത്തി ഒരിക്കലും തന്നെ ബന്ധിക്കാതിരിക്കും. അങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കും ഏത് മേഖലയിലും. ഒരു അംഗീകാരത്തിനും അല്ലെങ്കിൽ ഒരു പരിഗണനയ്ക്കും ഒരു സമ്മാനത്തിനും ഒരു പാരിതോഷികത്തിനും ഒന്നും വിധേയമാകാതെ സ്വതന്ത്രമായി നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ശാസ്ത്രപരിജ്ഞാനം കൊണ്ടുണ്ടാകും. ശാസ്ത്രപരിജ്ഞാനം മാത്രം പോരാ, അതിൻ്റെ പ്രയോഗവും കൂടി വേണം. നമുക്ക് ജ്ഞാനം അറിവുണ്ടാകുന്നത് എങ്ങനെയാണ്? പലതരത്തിലാണ്. പലരും പറയണത് കേട്ട് നമുക്ക് ചില ശീലങ്ങളോ ആചരണങ്ങളോ പഠിക്കാൻ പറ്റും. പുസ്തകങ്ങൾ വായിച്ച് കിട്ടും, പലരും പറഞ്ഞു കേൾക്കും, അങ്ങ് പ്രവചനങ്ങളിൽ പോയി പങ്കെടുത്ത്, ഇങ്ങനെ പലതരത്തിലാണ് നാം അറിവ് ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന അറിവുകളൊക്കെ എല്ലാം പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഋതംഭരാ ബുദ്ധിയെക്കുറിച്ച് ഇന്നലെയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ശ്രുതബുദ്ധി. എന്താ? കേട്ടും വായിച്ചും ചോദിച്ചും ശേഖരിക്കുന്ന അറിവുകളാണ് ശ്രുതബുദ്ധിയുടെ സ്ഥിതി. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, പക്ഷേ പ്രയോഗിക്കേണ്ട സമയത്ത് അത് നമുക്ക് സാധിക്കാതെ വരും. എത്രയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വേദാന്ത തത്വങ്ങൾ കേൾക്കുന്നുണ്ട്, ഗഹനമായ ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രായോഗികതയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും യഥാർത്ഥ സമയത്ത് വേണ്ട സമയത്ത് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ വിസമ്മതിക്കും. കാരണം ബുദ്ധിയെ മനസ്സിൻ്റെ വൈകാരിക തലം പിടിമുറുക്കും. അത് കുടുംബജീവിതത്തിലാകട്ടെ, പ്രവർത്തന മേഖലകളിലാകട്ടെ, ഔദ്യോഗിക മേഖല, എവിടെയും ഇതാ സംഭവിക്കണത്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല പരിജ്ഞാനമുണ്ട്. പ്രത്യേകിച്ച് ഭാഗവത സത്ര ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരല്ല. 10 തവണയായി 11ാം വർഷവും കൂടി ഭാഗവതം മാത്രമല്ല, ഭാഗവതത്തിൽ ഊന്നിയതുകൊണ്ട് അനവധി ശാസ്ത്രങ്ങളിലെ ഗഹനമായ തത്വങ്ങളും സന്ദേശങ്ങളും പല കണ്ഠങ്ങളിൽ കൂടി കേട്ട് ഗ്രഹിച്ച ഒരു പ്രബുദ്ധ ശ്രോതാക്കളാണ് നാം. പക്ഷെ ജീവിതത്തിലൊരു പ്രതിസന്ധിയോ ഒരു നിർണായക ഘട്ടമോ വരുമ്പോൾ ഉടനടി ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. അപ്പോൾ അവിടെയാണ് ശാസ്ത്രജ്ഞാനം മാത്രം പോരാ, അത് പരീക്ഷിച്ച് സ്ഥിരീകരിക്കുകയോ ബോധ്യപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്ഥിരീകരിച്ചാലോ എന്ത് തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും, ലോകത്ത് കാണുന്ന എന്ത് നഷ്ടങ്ങളോ ആഘാതങ്ങളോ അല്ല ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ പരിഹാസങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രമായി മുന്നേറാൻ, കടന്നു പോകാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ മഹത്വം. അപ്പം അതുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ പറയേണ്ടത്, നോക്കൂ രുക്മിണി, ഞാനിതിൽ ഇടപെടാം, അതിന് വിഷമമില്ല. പക്ഷേ നിന്നെ സഹായിക്കാൻ ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ദൗർബല്യങ്ങളോ പോരായ്മകളോ കൊണ്ട് അത് നടക്കാതെ പോകരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത്, നിനക്ക് എന്താണോ പറയാനുള്ളത് അത് എഴുതി തന്നോളൂ, ഞാൻ അദ്ദേഹത്തിന് കൈമാറാം. അങ്ങനെ രുക്മിണി എഴുതി കൊടുത്തു സന്ദേശമായിട്ട്. തനിക്ക് എന്തൊക്കെയാണ് കൃഷ്ണനോട് പറയാനുള്ളത്, തൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ വളരെ മനോഹരമായി രുക്മിണി രേഖപ്പെടുത്തി ബ്രാഹ്മണൻ്റെ കൈവശം കൊടുത്തു. ബ്രാഹ്മണൻ വളരെ പെട്ടെന്ന് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നതാണ് കഥ. അപ്പോൾ ബ്രാഹ്മണ ഭക്തനായിരുന്ന കൃഷ്ണൻ അദ്ദേഹത്തെ വേണ്ടവണ്ണം സ്വീകരിച്ചു, അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങ് എവിടെ നിന്നാണ് വരണത്, ജീവിതം സുഖകരമല്ലേ, വേണ്ടതുപോലെ നിങ്ങളെപ്പോലുള്ള സാധുക്കളെയും ഭക്തന്മാരെയും ബ്രാഹ്മണരെയൊക്കെ സംരക്ഷിക്കാൻ രാജാവ് ശ്രദ്ധ ചെലുത്തുന്നില്ലേ, ഇങ്ങനെയുള്ള കുശലാന്വേഷണങ്ങളൊക്കെയാണ് കൃഷ്ണൻ അവിടെ. അദ്ദേഹത്തിൻ്റെ ആ കൃഷ്ണ വ്യക്തിത്വം നമ്മളെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് നാളെ സുദാമചരിതത്തിൽ ചെല്ലുമ്പോൾ തൻ്റെ ബാല്യകാല സഖാവായിരുന്ന സുദാമ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാക്ഷീണം അടക്കമുള്ള ക്ലേശങ്ങൾ മാറ്റുന്നതിനാണ് കൃഷ്ണൻ ആദ്യം ശ്രദ്ധിച്ചത്. നമുക്ക് ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഒരാളെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരെത്ര യോഗ്യനോ മുൻപരിചയമുള്ളവളോ ആരോ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് മാതൃകാപരമായി പെരുമാറേണ്ടതെന്ന് വളരെ വ്യക്തമായി കൃഷ്ണ ജീവിതത്തിൽ കൂടി വരച്ചു കാട്ടുന്നുണ്ട്.
അപ്പോൾ കൃഷ്ണൻ്റെ 125 വർഷം നീണ്ടുന്ന ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട അനവധി ശീലങ്ങൾ, അനവധി ധാർമ്മിക മൂല്യങ്ങൾ, അനവധി ഗുണമഹിമകൾ വ്യാസമഹർഷി ഓതുന്നതായി കാണാം. അപ്പോൾ കേവലം കൃഷ്ണൻ ഒരു വ്യക്തി എന്നതിലപ്പുറം നമ്മുടെ വ്യക്തിത്വമായി കാണാനും ആ വ്യക്തിത്വത്തിൽ വളർന്ന് വികസിക്കേണ്ട അല്ലെങ്കിൽ പ്രകാശിക്കേണ്ട നിറഞ്ഞൊഴുകേണ്ട ഗുണമൂല്യങ്ങളുടെ ഒരു കലവറയോ നിലവറയോ ആയി കൃഷ്ണ വ്യക്തിത്വത്തെ കാണേണ്ടിയിരിക്കണു. അപ്പോൾ കൃഷ്ണൻ ഏതോ കാലത്ത് 125 വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മിൽ നാമായി നിലനിൽക്കുന്ന അദൃശ്യമായ എന്നാൽ എല്ലാ ദൃശ്യങ്ങൾക്കും കാരണമായ നിരന്തര സാന്നിധ്യമാണെന്നുള്ള ബോധം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ഉണർവ് ഉണ്ടായേ പറ്റൂ. അതാണ് കൃഷ്ണ വ്യക്തിത്വത്തിൻ്റെ മഹിമ. കൊണ്ടുവന്ന് സ്വീകരിച്ചു, വേണ്ടവണ്ണം കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ കുണ്ഠിനത്തിൽ നിന്നാണ് വരണത്, രുക്മിണിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പശ്ചാത്തലം ബ്രാഹ്മണൻ കൃഷ്ണനെ അറിയിച്ചു. എനിക്ക് വളരെ നാളുകളായി രുക്മിണിയെ അറിയാം. കൃഷ്ണ അറിവാകുന്ന കാലം മുതൽ രുക്മിണി സ്വന്തം പതിസ്ഥാനം അങ്ങേക്ക് സമർപ്പിച്ചു. എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് രുക്മിണി എത്തിപ്പെട്ടിരിക്കുന്നത്. രുക്മി മുതലായ സഹോദരന്മാരും ഭീഷ്മകനും ഉൾപ്പെടെ രുക്മിണിയെ ശിശുപാലന വിവാഹം ചെയ്തു കൊടുക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതിലുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. 2 നാൾ കൂടി കഴിഞ്ഞാൽ ഇത് നടക്കും കൃഷ്ണ. പക്ഷേ അങ്ങ് രുക്മിണിയെ സ്വീകരിക്കണം, അങ്ങയ്ക്ക് മാത്രമേ രുക്മിണിയെ സ്വന്തമാക്കാൻ സാധിക്കൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്തൊക്കെയാണോ രുക്മിണിക്ക് അങ്ങയോട് പറയാനുള്ളത് അതൊക്കെ ഈ സന്ദേശത്തിലുണ്ട്. അങ്ങ് വേണ്ടവണ്ണം വായിച്ചു നോക്കി ഉടനടി ഒരു നടപടി കൈക്കൊള്ളണം. ഇതാണ് ബ്രാഹ്മണൻ വെളിപ്പെടുത്തിയത്. ആമുഖമായി ഇത്രയും പറഞ്ഞതിന് ശേഷം താൻ കൊണ്ടുവന്ന സന്ദേശം ബ്രാഹ്മണൻ കൃഷ്ണന് നൽകി. ആ സന്ദേശം വാങ്ങി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? അത് ബ്രാഹ്മണന് തന്നെ മടക്കി കൊടുത്തു. ഹലോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങല്ലേ ഇത്രയും ദൂരം ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഇത് വഹിച്ചു കൊണ്ടുവന്ന അങ്ങ് അറിയാത്ത ഒരു രഹസ്യം എനിക്കിതിൽ നിന്ന് അറിയേണ്ട. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. സുതാര്യമായിരുന്നു കൃഷ്ണന്റെ ജീവിതം. അദ്ദേഹം ഏതെല്ലാം പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സുതാര്യത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ സുതാര്യമായി പെരുമാറുന്നവരാണ് ഉത്കൃഷ്ടൻ എന്ന് പഠിപ്പിക്കുന്നതാണ് വ്യാസൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ. ഏത് പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ ആ സുതാര്യത ഒളിച്ചോ പാത്തോ 16,008 പേരെ അദ്ദേഹം സ്വീകരിച്ചതായി ഭാഗവതം പറയാനുണ്ട്. ആ 16,008 പേരെയും സ്വീകരിച്ചതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഒരു രഹസ്യമായിട്ടുള്ള ഒരു സംബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ വർത്തമാനകാല ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗിക ദിശയിൽ നാം സ്വീകരിക്കേണ്ട ഉത്കൃഷ്ടമായ ധർമ്മവ്യവസ്ഥകളെ കൂടി കൃഷ്ണനിൽ കൂടി ഭാഗവതം അല്ലെങ്കിൽ വ്യാസൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അപ്പോൾ ബ്രാഹ്മണനാണ് കൃഷ്ണൻ നൽകിയ സന്ദേശം തുറന്നു വായിച്ചു കേൾപ്പിക്കുന്നത് രുക്മിണിയുടെ വാക്കുകളിൽ കൂടി. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്തലാഭം തൊയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. 7 ശ്ലോകങ്ങളുണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ രുക്മിണിയുടെ സന്ദേശം. എന്തൊക്കെയാണ് തനിക്ക് കൃഷ്ണനോട് പറയാനുള്ളത്, കൃഷ്ണനെ താൻ ഏത് തരത്തിലാണ് കണ്ടിട്ടുള്ളത്, തൻ്റെ ആഗ്രഹം അല്ല ആവശ്യം, അതുമല്ലെങ്കിൽ നിർബന്ധം പൂർത്തിയാക്കാൻ, അത് സഫലീകരിക്കാൻ എന്താണ് മാർഗം എന്നത് വളരെ വ്യക്തമായി ഈ 7 ശ്ലോകങ്ങളിൽ കൂടി രുക്മിണി വിവരിക്കുകയാണ്. അല്ലയോ, ലോകൈക സുന്ദരനായ ഭഗവാനെ അഭിസംബോധന ചെയ്യണത് അങ്ങനെയാണ്. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ഒരു വ്യക്തിയിൽ ചേർത്താൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് കാണുന്ന എല്ലാ സൗന്ദര്യത്തിൻ്റെയും സ്രോതസ് എവിടെ നിന്നാണോ ഈ സൗന്ദര്യം മുഴുവൻ ഒഴുകി ഇങ്ങനെ പ്രദർശിക്കുന്നത്, അതിൻ്റെ സ്രോതസ് എന്ന നിലയ്ക്കാണ് കൃഷ്ണനെ രുക്മിണി അഭിസംബോധന ചെയ്യുന്നത്. കണ്ണിൻ്റെ കണ്ണേ, കരളിൻ്റെ കരളെ, ഇങ്ങനെയുള്ള ഏറ്റവും താഴ്ന്ന വാക്കുകളൊന്നും രുക്മിണി ഉപയോഗിച്ചു. അപ്പം തന്നെ രുക്മിണിയുടെ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം, അവരുടെ സമർപ്പണം കേവലം ബാലിശമോ ചാബല്യമോ അല്ല എന്ന് നമുക്ക് ഊഹിക്കാം. അവരുടെ വാക്കുകളിൽ കൂടി, രുക്മിണിയുടെ നിലപാടുകളിൽ കൂടി വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തെ സ്രോതസ്സായ കൃഷ്ണ എന്ന് പറഞ്ഞാണ് രുക്മിണി തുടങ്ങുന്നത്. ഞാൻ അങ്ങയെക്കുറിച്ച് വളരെ കാലം കേട്ടിട്ടുണ്ട്. വളരെ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്ന കാലം മുതൽ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കാൻ, ആ സ്വീകരിച്ച ശബ്ദ തരംഗങ്ങളിലെ ആശയങ്ങൾ എൻ്റെ ബുദ്ധിയിൽ വേണ്ടവണ്ണം രൂപപ്പെടാൻ എന്നാണോ എൻ്റെ ജീവിതത്തിൽ സാധിച്ചത്, അപ്പം മുതൽ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പലരിൽ നിന്നാണ്, പലതരത്തിലാണ്. അങ്ങനെ പലരിൽ നിന്ന് കേട്ടതിൽ നിന്ന് എന്താണ് കൃഷ്ണൻ എന്നതിനെക്കുറിച്ച് എനിക്കൊരു ഏകദേശ ധാരണയുണ്ടായി. അങ്ങനെ വളർന്നു. എനിക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ അങ്കുരിച്ചപ്പോൾ, മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയപ്പോൾ, ഇങ്ങനെ സർവ്വഗുണങ്ങളും തികഞ്ഞ, സർവ്വയോഗ്യതകളും ഒത്തുചേർന്ന ഒരു ഉത്തമ വ്യക്തിയായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനതെൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു. എൻ്റെ ഭർത്തൃപദവി ഞാൻ അങ്ങേക്ക് നൽകുകയുണ്ടായി. ഇതാണ് എൻ്റെ സ്ഥിതി. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഒന്ന് സംഭവിക്കാൻ പോകുന്നു.
എൻ്റെ ബന്ധുജനങ്ങളും എൻ്റെ അച്ഛനമ്മമാരും ഒക്കെ ചേർന്ന്, സഹോദരന്മാരും ഒക്കെ ചേർന്ന് എന്നെ ശിശുപാലനം നൽകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കുന്നതിനെ രുക്മിണി താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാ പറയണ്ടല്ലോ? മൃഗരാജന്റെ അന്നം, സിംഹത്തിന്റെ അന്നം കുറുക്കൻ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. കാട്ടിലെ സർവശക്തനായ മൃഗരാജന് കരുതി വെച്ചിരിക്കുന്ന അന്നം അത് ഒരു ചെന്നായ അല്ലെങ്കിൽ കുറുക്കൻ വന്ന് അപഹരിച്ചാൽ എങ്ങനെയാണോ അതുപോലെ ആകരുത് എൻ്റെ ജീവിതം. അതിനാണ് ബാക്കി എല്ലാവരും തയ്യാറെടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് അതിനുള്ള വഴിയും കൂടി ഞാൻ നിർദ്ദേശിക്കാം. എന്താ? ഇത്രയും ഞാൻ അനവധി ജന്മങ്ങളിൽ അനേക പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോകക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വ്രതം, തപസ് ഇത്യാദി അനുഷ്ഠാനങ്ങളിൽ ഞാൻ മുഴുകിയിട്ടുണ്ടെങ്കിൽ, അത്തരമുള്ള പുണ്യസമ്പാദനത്തിൽ കൂടി കടന്നു വന്ന എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു പതിയില്ല ജീവിതത്തിൽ. വേറെ ഒരാളും എനിക്ക് വേണ്ട. അതിൽ നിശ്ചയിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞത് ഉറപ്പിച്ച രുക്മിണി കൃഷ്ണനോട് പറയുകയും ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ അതിനുള്ള വഴി? ഒരു മാർഗം ഞാൻ പറയാം. അങ്ങനെ രാക്ഷസവിധി പ്രകാരം സ്വീകരിക്കണം. എന്താ രാക്ഷസവിധി നിർദ്ദേശിക്കാൻ കാരണം? പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന 8 തരം വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ച് മനുസ്മൃതി പരിശോധിച്ചാലറിയാം. വിവാഹം എന്ന ഭാഗത്ത് 8 തരം: ബ്രാഹ്മം, ദൈവം, മാർഷം, പ്രാജാപത്യം, ദൈവം, ആസുരം, പൈശാചം ഇങ്ങനെയുള്ള വിവാഹ സമ്പ്രദായങ്ങൾ പറയുന്നുണ്ട്. അതിൽ രാക്ഷസമാണ് രുക്മിണി തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രാക്ഷസവിധി നിർദ്ദേശിച്ചത്? അതിലും വളരെ ബുദ്ധിമതിയാണ് രുക്മിണി. വെറുതെ അല്ല എന്നെ തട്ടിക്കൊണ്ടുപോകൂ, അത് ക്ഷത്രിയന് യോജിച്ചതാണെന്ന് പറയുക മാത്രമല്ല, വളരെ ബുദ്ധിമതിയാണ് രുക്മിണി. എന്തേ കാരണം? കൃഷ്ണനോട് തനിക്ക് ഇങ്ങനെ ഒരു അനുരാഗവും സമർപ്പണവും ഉള്ള കാര്യം തൻ്റെ മനസ്സിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണത് കൃഷ്ണന്റെ മുമ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ യോഗ്യതകളും ഈ പറഞ്ഞ മേന്മകളുമൊക്കെ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് കൃഷ്ണനുണ്ടോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം. അതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് രാക്ഷസവിധി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുലക്ഷേത്രത്തിൽ, പാർവതി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി മടങ്ങുമ്പോൾ അധികം പേരൊപ്പം ഉണ്ടാകില്ല. അങ്ങ് അവിടെ വന്ന് എന്നെ രാക്ഷസവിധി പ്രകാരം സ്വീകരിച്ച് കൊണ്ടുപോകണം, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ അവിടെ വരാം, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ രാക്ഷസവിധി പ്രകാരം തന്നെ സ്വീകരിക്കണം. കാരണം അങ്ങൊരു ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയന്റെ വീര്യം, അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹത്തിൻ്റെ ആ തീരുമാനങ്ങളിലുള്ള കഴിവ്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഈ കേട്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണ്, അദ്ദേഹത്തിന് യോഗ്യതകളൊക്കെ ഉണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരേ ഒരു അവസരമാണ് രുക്മിണി രാക്ഷസവിധി നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ രാക്ഷസവിധി പ്രകാരം സ്വീകരിക്കണമെന്ന് പറയുകയുണ്ടായി. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ, അങ്ങനെ നടന്നില്ലെങ്കിൽ എന്താ? എത്ര ജന്മം സ്വീകരിക്കേണ്ടി വന്നാലും, എത്ര ഘോര തപസാചരിക്കേണ്ടി വന്നാലും, എത്ര കാലം അന്നമില്ലാതെ കഴിയേണ്ടി വന്നാലും, പട്ടിണി വ്രതം സ്വീകരിക്കേണ്ടി വന്നാലും എനിക്ക് അങ്ങല്ലാതെ ഒരു പതിയില്ല. എത്ര ജന്മം വേണമെങ്കിലും ഉണ്ടാകട്ടെ. അപ്പോൾ അവരുടെ ആ ഒരു ആത്മാർത്ഥമായ സമർപ്പണം നോക്കൂ. അങ്ങയ്ക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അങ്ങേ അല്ലാതെ ഞാൻ ഒരാളെ പതിയായി സ്വീകരിക്കാനേ പോകുന്നില്ല. അത് ഉറപ്പിച്ചല്ല തറപ്പിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് നൽകേണ്ട ശുൽക്കം, അതായത് സ്ത്രീധനം. സ്ത്രീധനം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്, വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ വധുവിൻ്റെ ഗൃഹത്തിൽ നിന്ന് കിട്ടുന്ന സമ്മാനമോ അല്ല പാരിതോഷികങ്ങളോ വിഭവങ്ങളോ ആയി നമ്മൾ കണക്കാക്കരുത്. ഇതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പുരാതന ഭാരതത്തിലുണ്ടായിരുന്നു. വരനിൽ നിന്ന് അല്ലെങ്കിൽ ആൺകുട്ടിയിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ധനം വാങ്ങി പെൺകുട്ടിയെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. യാഗസന്ദർഭങ്ങളിൽ പാരിതോഷികങ്ങളോടൊപ്പം അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നിർവഹണത്തിൽ ഏർപ്പെടുന്നവർക്ക് നൽകിയിരുന്നു. പുരോഹിതനോ അല്ലെങ്കിൽ അവരുടെ സഹായികൾക്കോ. അങ്ങനെയുള്ള പലതരത്തിലുള്ള വൈവാഹിക ബന്ധങ്ങൾ നിലനിന്നിരുന്ന ഒരു ഭൂമിയാണ് ഭാരതം. അപ്പോൾ രാക്ഷസവിധി മാത്രം തിരഞ്ഞെടുക്കാൻ ഇത് തന്നെയാണ് കാരണം. കൃഷ്ണൻ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടോ എന്ന് അല്പം ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പരീക്ഷണം. അത് തൻ്റെ തീരുമാനവും ആ തീരുമാനം നടപ്പിലാക്കാൻ തൻ്റെ പരിതസ്ഥിതിയിലുള്ള മാർഗവും രുക്മിണി കൃഷ്ണനെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് വളരെ വേഗം എന്നെ ഇവിടെ നിന്ന് സ്വീകരിച്ച് അങ്ങയുടെ പത്നിയാക്കി തീർക്കണമെന്നതാണ് രുക്മിണിയുടെ അഭിപ്രായം. അതെല്ലാം പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഉടനെ പറഞ്ഞു, ശരി എന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണനെയും കൂട്ടി വളരെ പെട്ടെന്നൊരു തേരിൽ കയറി കുണ്ഠിനത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബലരാമൻ അവിടെ വരുമ്പോൾ കൃഷ്ണനെ കാണാനില്ല. പലപാടും അന്വേഷിച്ച് നോക്കി, എവിടെയെങ്കിലും കൃഷ്ണൻ, എവിടെ കൃഷ്ണൻ എന്നാ പലരോടും ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ കുണ്ഠിനത്തിൽ നിന്നാണ് വന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും കൂടി മുറിയടച്ചിരുന്ന് എന്തൊക്കെ കുറച്ച് നേരം സംസാരിക്കുന്നത് കേട്ടു. സംസാരിച്ചു, മുറി തുറന്ന് രണ്ടുപേരും കൂടി ഒരു തേരിൽ കയറി പോവുകയും ചെയ്തു. ഇത്രയേ കിട്ടിയുള്ളൂ വാർത്ത. ഇപ്പം കുണ്ഠിനത്തിൽ നിന്നൊരു ബ്രാഹ്മണൻ വന്നു. ഈ സമയത്ത് കൃഷ്ണൻ അദ്ദേഹത്തോടൊപ്പം പോയി എങ്കിൽ അതൊരു നിസ്സാര കാര്യത്തിനാണ്. സാധാരണ ഏത് കാര്യവും നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് സഹോദരൻ എന്ന നിലയിൽ ജ്യേഷ്ഠനോട് അനുവാദമോ അഭിപ്രായമോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമോ സ്വീകരിക്കുന്നതാണ് കൃഷ്ണന്റെ ശീലം. എങ്ങനെയാണോ ബലരാമനെ തൻ്റെ തീരുമാനത്തോട് യോജിപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി അറിയാം കൃഷ്ണൻ. നമ്മൾ കാണുന്നതാണല്ലോ സുഭദ്രയുടെ വിവാഹ സമയത്ത്
ഒരു തീരുമാനമെടുത്താൽ അതിനെ എതിർക്കുന്നവനാണ് ബലരാമൻ. അപ്പോൾ ആ എതിർപ്പിനെ കൂടി അനുകൂലമാക്കി എടുക്കാൻ എന്ത് വഴിയെന്നും അറിയാവുന്ന കൃഷ്ണൻ തന്ത്രപരമായുള്ള നീക്കങ്ങൾ നടത്തുന്ന അനവധി സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ കാണാം. സുഭദ്രയുടെ വിവാഹം അറിയാൻ നിങ്ങൾക്ക് ഉദാഹരണമാണ്. കാരണം സുഭദ്രയും അർജുനനും ഒത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് കൃഷ്ണൻ. മനസ്സാ കൃഷ്ണൻ അതിന് അനുവാദവും നൽകി കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ജ്യേഷ്ഠന്റെ ഒരു നിലപാട് തന്നെ താൻ ഉദ്ദേശിക്കുന്നത് പോലെയാകില്ല. അപ്പം എന്താ അർജുനോട് പറഞ്ഞത്? അർജുന, നീ സുഭദ്രയെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? സുഭദ്രയെ നീ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന വാഹനം നിയന്ത്രിക്കേണ്ടത്, അതായത് തേര് തെളിക്കേണ്ടത് നീ ആകരുത്. പകരം ആ സ്ഥാനത്തിരിക്കേണ്ടത് സുഭദ്ര. ഒരാവേശത്തോടുകൂടി സുഭദ്രയും വലിച്ച് തേരിൽ കയറ്റി തേര് തെളിച്ച് പോയാൽ തലയുണ്ടാകില്ല കഴുത്തിൽ, അത് ഉറപ്പാണ്. എത്ര വില്ലാളി വീരനാണ് അർജുനൻ എന്ന് പറഞ്ഞാലും ബലരാമന്റെ മുമ്പിൽ വിലപ്പോകില്ല. കലപ്പയുടെ ഒരു ഒറ്റ പ്രഹരം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ അർജുനന്റെ ഗാന്ധീവവും ആയുധശേഷിയും. ഇപ്പം അതറിയാം, കൃഷ്ണൻ നല്ലതുപോലെ അറിയാം. ഇപ്പൊ പിടിച്ചു നിൽക്കാൻ ഒരു ലോ പോയിന്റ് പിടിച്ചു നിൽക്കാൻ പറയണ്ടേ? അർജുനൻ സുഭദ്രയെ, കൃഷ്ണ സഹോദരി രാമസഹോദരി സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പേരിൽ പ്രകോപിതനാകുന്നതിന് മുമ്പ് പറയണം, അങ്ങനെ ഉണ്ടായിട്ടില്ല ജ്യേഷ്ഠ, ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അനുനയിപ്പിക്കാനുള്ള ഒരവസരത്തിന് വേണ്ടിയാണ് ഈ ഒരു നിർദ്ദേശം ബുദ്ധിപരമായി കൃഷ്ണൻ സുഭദ്രയ്ക്കും അർജുനൻ നൽകിയത്. നമുക്ക് കാണാം. അത് ഇങ്ങനെ സന്ദർഭോചിതമായി തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാനുള്ള ബുദ്ധിശാലിയായ കൂർമ്മബുദ്ധിയുള്ള ഒരു മഹാമനുഷ്യനെയാണ് ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ, വേദവ്യാസ മഹർഷിയുടെ മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ, ആ വ്യക്തിത്വത്തിന് ദിവ്യപരിവേഷം നൽകി ദൈവികമായ അലൗകികമായ അഭൗമമായ കഴിവുകളൊക്കെ നൽകി സാമാന്യ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു അവതരണമാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണചരിതത്തിലെ അനവധി സംഭവങ്ങൾ ഓരോന്നും വർണ്ണിക്കുമ്പോൾ അതിൽ അലൗകികതയാണ് സാധാരണയായി നമുക്ക് ദർശിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള വിവരണവും ആ പ്രവർത്തനങ്ങളുമാണ് കൃഷ്ണനിൽ വ്യാസൻ പുരാണത്തിൽ ചാർത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരാളുടെ ജീവിതത്തിൽ? 24 കിലോമീറ്റർ ചുറ്റളവ് അടിവാരത്തിൽ വിസ്താരമുള്ള ഒരു പർവ്വതം 7 വയസ്സുള്ള ഒരു കുട്ടിയെ തൻ്റെ പെരുവിരലിൽ 7 ദിവസം താങ്ങി നിർത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഈശ്വരന് എന്തും സാധിക്കും, ദൈവത്തിന് എന്തും സാധിക്കും എന്നുള്ള വൈകാരിക സമീപനമോ വൈകാരിക ബന്ധമോ ഭഗവാനുമായുള്ളവർക്ക് അത് ചിന്തിക്കേണ്ട കാര്യം വരില്ല. പക്ഷേ ഇങ്ങനൊരു അസംഭാവ്യ വിഷയത്തെ എന്തിനാണ് വേദവ്യാസ മഹർഷി, അതും തത്വജ്ഞാനിയായ വേദവ്യാസ മഹർഷി, അപാര പാണ്ഡിത്യവും പ്രതിഭയുമുള്ള വ്യാസൻ എന്തുകൊണ്ട് കൃഷ്ണചരിതത്തിൽ ഭാഗവതത്തിൽ കൂട്ടിയിണക്കിയെന്ന് ആലോചിക്കേണ്ടി വരുമ്പോൾ നമുക്ക് പലതും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ മനുഷ്യനെ ആലോചനയ്ക്ക് വിധേയനാക്കുന്ന ഒരു അവതരണ രീതിയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷത. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് കൃഷ്ണൻ ഈ സന്ദേശം ബ്രാഹ്മണന്റെ കയ്യിൽ തന്നെ വായിക്കാനായി ഏൽപ്പിച്ചു? ആലോചിക്കേണ്ടത്, കൃഷ്ണൻ അത് തുറന്നു നോക്കി, ശരി പോകാം ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് പറഞ്ഞങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഒരു തെറ്റും ഒരു തകരാറും അതിലുമില്ല. പക്ഷെ എന്തുകൊണ്ട് കൃഷ്ണൻ ഈ സന്ദേശം ബ്രാഹ്മണന് നൽകി, ബ്രാഹ്മണൻ വായിച്ച് കേൾക്കുന്നത് പോലെ ഭാഗവതത്തിൽ വ്യാസദേവൻ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മറുപടിയുള്ളൂ. എന്താ മറുപടി? രുക്മിണി എന്തൊക്കെയാണ് സന്ദേശത്തിൽ എഴുതി ചേർത്തിരുന്നത് ആർക്കറിയണം? അപ്പൊ ഇത് കൃഷ്ണനാണത് തുറന്നു വായിക്കണമെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ അറിയാൻ പോണുള്ളൂ. ആര്? കൃഷ്ണൻ മാത്രമേ അറിയൂ. പക്ഷെ എന്താണ് രുക്മിണി ആ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ആരറിയണം? നമ്മളെപ്പോലുള്ളവരറിയണം, അനുവാചകരറിയണം, ശ്രോതാക്കൾ അറിയണം, ഭക്തജനങ്ങൾ അറിയണം. എങ്ങനെയാണ് രുക്മിണി കൃഷ്ണനെ കണ്ടിരുന്നത്? എന്തുകൊണ്ട് കൃഷ്ണൻ തൻ്റെ പ്രഥമ പത്നിയായ രുക്മിണിയെ മാത്രം സ്വീകരിച്ചു? രുക്മിണിയുടെ യോഗ്യതകൾ എന്ത്? ആ യോഗ്യതയ്ക്ക് ചേരുന്ന പ്രവർത്തന രീതിയാണോ രുക്മിണി സ്വീകരിച്ചതെന്ന് നമുക്ക് വേണ്ടത്ര ഒരു അറിവുണ്ടാകുന്നതിനാണ് ബ്രാഹ്മണൻ തന്നെ അത് വായിക്കണത്. അപ്പം നമ്മളെ ധരിപ്പിക്കാനാണ് ഇത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഉടനെ പോവുകയുണ്ടായി. ഇപ്പം തൻ്റെ സഹോദരൻ കുണ്ഠിനത്തിലേക്ക് പോയിരിക്കണു. എന്തെങ്കിലുമൊക്കെ ചില അപകട സാധ്യത മുന്നിൽ കണ്ടിരുന്നു. കാരണം രുക്മിണിയുടെ വിവാഹം നടക്കുന്ന കാര്യം നേരത്തെ അറിഞ്ഞു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട ബലരാമൻ സൈന്യസമേതനായി കുണ്ഠിനത്തിലേക്ക് പുറപ്പെട്ടു. ബ്രാഹ്മണൻ ഈ കൃഷ്ണനെയും കൊണ്ട് കുണ്ഠിനത്തിലെത്തി. ഭീഷ്മരാജാവിന് വളരെ സന്തോഷമായി. ക്ഷണിച്ചില്ലെങ്കിലും കൃഷ്ണൻ വന്നത് ഈ ഒരു മംഗളകാര്യത്തിൻ്റെ പൂർണ്ണത വരുത്തുമെന്ന് അദ്ദേഹം വിചാരിച്ചു. കൃഷ്ണന് വേണ്ടത്ര സ്വീകരണം നൽകി, ഉചിതമായൊരു പാർപ്പിടവും നൽകി അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചു. രുക്മിണി ബ്രാഹ്മണനെ കാത്തിരിക്കുക അന്തപുരത്തിലെ കിളിവാതിൽ കൂടി പുറത്തേക്ക് നോക്കി. അവിടെ ചെന്നാൽ കൃഷ്ണൻ ബ്രാഹ്മണനെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാകുമോ? പറഞ്ഞാൽ തന്നെ കൃഷ്ണൻ എന്ത് വിചാരിക്കും? തൻ്റെ ആഗ്രഹം പൂർത്തിയാകുമോ? കൃഷ്ണൻ ഇവിടേക്ക് വരുമോ? ഇങ്ങനെ പലവിധ ചിന്തകൾ കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് രുക്മിണിയുടേത്. അപ്പോൾ അതാ ബ്രാഹ്മണൻ വരണുണ്ട്. താഴത്ത് ഓടിച്ചെന്ന് ബ്രാഹ്മണന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് രുക്മിണി. ബ്രാഹ്മണൻ അടുത്ത് വരുന്തോറും രുക്മിണിയുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോവുക? കൃഷ്ണനെ കണ്ടിട്ടുണ്ടാകുമോ? അല്ല, കാണാൻ സാധിച്ചിട്ടില്ലേ?
തൻ്റെ തീരുമാനങ്ങളൊക്കെ വൃഥാവിലാകുമോ? തൻ്റെ ആഗ്രഹങ്ങൾ നടക്കില്ലേ? ഇങ്ങനെ പലവിധ ചിന്തകൾ കൊണ്ട് ആകെ അസ്വസ്ഥയായിരിക്കുന്ന രുക്മിണി എന്താണ് ബ്രാഹ്മണൻ പറയുന്നതെന്ന് കേൾക്കാൻ അറിയാൻ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അടുത്ത് വന്ന ബ്രാഹ്മണൻ പറഞ്ഞു, വന്നിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കേട്ടപ്പോൾ തന്നെ രുക്മിണിക്ക് വളരെ സമാധാനമായി. പിന്നെ ഉണ്ടായ വർത്തമാനങ്ങളൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞു. ധാരാളം പാരിതോഷികങ്ങൾ നൽകി ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ചതിന് ശേഷം യാത്രയാക്കി. പിറ്റേ ദിവസം വിവാഹദിനം അണിഞ്ഞൊരുങ്ങിയ രുക്മിണി പാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയുണ്ടായി. പറഞ്ഞു നിർത്തിയതുപോലെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ രുക്മിണിയെ കൃഷ്ണൻ തേരിലേക്ക് കയറ്റി യാത്രയായി. ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ശിശുപാലനും കൂട്ടരും. കല്യാണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ആരോ ഒരാൾ വന്ന് പറഞ്ഞു, രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. ആര്? കൃഷ്ണൻ. കേട്ട പാതി കേൾക്കാത്ത പാതി പകുതി അണിഞ്ഞ അലങ്കാരങ്ങളുമായി ശിശുപാലനും ഒപ്പം ജരാസന്ധനും തേരിൽ കയറി കൈ കെട്ടിയ ആയുധങ്ങളുമായി പുറപ്പെട്ടു കൃഷ്ണൻ പോയ വഴിയെ. അങ്ങനെ പോയി കുറേ ദൂരം എത്തിയപ്പോൾ കണ്ടെത്തി. പിന്നെ ഗംഭീരമായ യുദ്ധം. എതിർത്തപ്പോൾ യുദ്ധമുണ്ടായി. ഉണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ തീർന്നു. ജരാസന്ധൻ്റെയും അതുപോലെ ശിശുപാലൻ്റെയും പക്കലുണ്ടായിരുന്ന മുഴുവൻ തീർന്നു. എന്തു ചെയ്യും? അപ്പോൾ ആകെ ഒരു വിഷമം ശിശുപാലന്, മുഖത്തൊരു മ്ലാനത, ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോയത്. അപ്പോൾ ജരാസന്ധൻ ഇടപെട്ട് ആശ്വസിപ്പിച്ചു, നോക്കൂ ശിശുപാലൻ, നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ നിന്ന് വഴക്ക് കൂടിയാൽ നീ അഥവാ ഈ കൃഷ്ണൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അവൻ്റെ കയ്യിൽ നിന്നൊരു അല്ല അമ്പോ അല്ല വല്ല ശൂലമോ മുഖത്ത് കൊണ്ടാൽ ഇപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, മുഖത്തിൻ്റെ ഈ ഭംഗി നഷ്ടപ്പെടും. പിന്നെ ഒരു സ്ഥലത്തും പെണ്ണും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മടങ്ങിപ്പോകാം. ഇനി ഒരു രുക്മിണി അല്ലെങ്കിൽ വേറെ എത്രയോ രുക്മിണിമാരുണ്ട് ഈ ലോകത്ത്. വേറെ ആരോട് പോയെങ്കിലും സഹിക്കാമായിരുന്നു. ആരോടാ പോയിരിക്കണത്? കൃഷ്ണനോടൊപ്പം പോയിരിക്കുന്നത്. ആ പേരുദോഷം ഇനി എന്നാ മാറുക? അതുകൊണ്ട് പോയത് പോട്ടെ, നമുക്ക് മടങ്ങിപ്പോകാം. പക്ഷേ മുഖത്തൊരു വിഷമം. എന്താ? പരാജയം കൊണ്ടാണ്. പുറപ്പെട്ടിട്ട് പരാജയപ്പെട്ടു പോയല്ലോ കൃഷ്ണന്റെ മുമ്പിൽ എന്നുള്ള ചിന്ത വന്നപ്പോൾ അത് മുഖത്ത് പ്രതിഫലിച്ചപ്പോൾ ജരാസന്ധൻ ആശ്വസിച്ചു. നോക്കൂ, ഈ ജയവും പരാജയവും ഒക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അതുണ്ടാവും. ഒരു സമയത്ത് ജയിക്കും, പിന്നെ ഒരു സമയത്ത് പരാജയമുണ്ടാകും. അതൊക്കെ ലോക ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ഇവിടെ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ, ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. എന്താ? ഇപ്പം നീ കൊണ്ടുപോയിട്ടായിരുന്നു പിന്നെ കൃഷ്ണൻ കൊണ്ടുവരുന്നെങ്കിൽ ആകെ പെട്ടേനെ. അപ്പം അത് സംഭവിച്ചില്ലല്ലോ. മുമ്പേ അങ്ങ് പോയത് നന്നായി. അല്ലെങ്കിൽ നീ ഇവരുടെ മനസ്സിലിത് ഉണ്ടാകും, നീ ഈ രുക്മിണിയെ കൊണ്ട് നാട്ടിൽ പോകും, നീ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് രുക്മിണി ഇറങ്ങി അവനോടൊപ്പം പോവുകയോ കൃഷ്ണൻ അവിടെ നിന്ന് രുക്മിണിയെ കൊണ്ടുപോയാൽ പിന്നെ ജീവിച്ചിരുന്നുണ്ട്. അത്രയും സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി ആശ്വസിച്ച് മടങ്ങുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ശിശുപാലനെ സാന്ത്വനിപ്പിച്ചു. പക്ഷെ എന്നാലും ആ തോറ്റതിൻ്റെ ഒരു ഒരു അപ്പോൾ ഉടനെ ജരാസന്ധൻ പറഞ്ഞു, നോക്കൂ, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. നോക്കി എന്നെ കണ്ടാൽ പരാജയപ്പെട്ടവനാണെന്ന് എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടോ മുഖത്ത്? ഏയ്, അങ്ങനെയൊന്നും തോന്നാനില്ല. എന്നാ കേട്ടോ, ഞാൻ ഈ കൃഷ്ണൻ്റെ മുമ്പിൽ 16, 17, 18 തവണ തോറ്റിട്ടുണ്ട്. 1, 2 അല്ല, ഇത്രയും തവണ തോറ്റതാ ഞാൻ. ആ ഒരു അഹങ്കാരം എൻ്റെ മുഖത്തിലല്ലോ തോറ്റവനാണെന്ന്. ഇല്ല, അതൊക്കെയാണ് ജീവിതത്തിൽ ഈ തോൽവിയും ജയവും ഒക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് രുക്മിണിയെ ശിശുപാലനെയും മടക്കി കൊണ്ടുവരികയാണ് ഉണ്ടായത്. അപ്പോഴത്തേക്ക് കൃഷ്ണനും ഒത്തുചേർന്നു. കൃഷ്ണനും രുക്മിണിയും ബലരാമനും ഒത്തുചേർന്നു. എന്തു ചെയ്യും? രുക്മി നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കില്ലേ? സ്വന്തം പെങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രജകളെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുക? ആക്ഷേപം ഉണ്ടാകും. അതുകൊണ്ട് രുക്മി വെല്ലുവിളിയോടുകൂടി പുറപ്പെട്ടു. എങ്ങനെയായാലും അത് കൃഷ്ണനെ കൊല്ലേണ്ടി വന്നാലും ശരി, രുക്മിണിയെയും കൊണ്ടല്ലാതെ ഞാൻ ഈ കുണ്ഠനത്തിൽ പ്രവേശിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പുറപ്പെട്ടു. അപ്പോഴേക്ക് ബലരാമനും കൃഷ്ണനും രുക്മിണിയും ഒത്തുചേർന്നിരുന്നു. അവിടെ ചെന്ന് വെല്ലുവിളിയും യുദ്ധവുമായി അവസാനം നിരായുധനായ രുക്മിയെ പിടികൂടി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി ഇടപെട്ടു. ഉപദ്രവിക്കരുതെന്ന് യാചിച്ചു. എന്താ ഉപദ്രവിക്കാൻ പാടില്ലാത്തത്? കൃഷ്ണനെ കൊന്ന് രുക്മിണിയെയും കൊണ്ടേ താൻ കുണ്ഠനത്തിലേക്ക് മടങ്ങി വരൂ എന്ന വെല്ലുവിളിയുടെ പിന്നിൽ എന്താ ഉള്ളത്? രുക്മിണിക്ക് നൽകാനുള്ള വിവാഹ സമ്മാനം. ഈ സന്ദർഭത്തിൽ രുക്മി സഹോദരൻ എന്ന നിലയിൽ രുക്മിണിക്ക് നൽകുന്ന വിവാഹ സമ്മാനം എന്താ? വൈധവ്യം. രുക്മിണിയുടെ പതിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ വൈധവ്യമല്ലേ? ആ വൈധവ്യം സമ്മാനിക്കണമെന്ന സഹോദരനോട് ഇത്തരമൊരു ദൗർബല്യം രുക്മിണിക്ക് ആവശ്യമില്ലാത്തതാണ്. പക്ഷെ മനസ്സല്ലാതെ അസ്വസ്ഥമായി ഉടനെ ബലരാമ സ്വാമി ഇടപെട്ട് തത്വോപദേശം നൽകി ആശ്വസിപ്പിച്ചു. പിന്നീട് ദ്വാരകയിലെത്തി വിധിപ്രകാരം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കൃഷ്ണൻ തൻ്റെ പ്രഥമ പത്നിയായി രുക്മിണിയെ സ്വീകരിച്ചു എന്നതാണ് ഭാഗം. അപ്പോൾ ദ്വാരക അണിഞ്ഞൊരുങ്ങി മുഹൂർത്തം നിശ്ചയിച്ചു. പ്രജകളെല്ലാം ക്ഷണിച്ചു വരുത്തി ആ ദിവ്യമായ ദ്വാരകാന്തരീക്ഷത്തെ നാം ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രശാലയിൽ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ രുക്മിണി സ്വയംവര ഘോഷയാത്ര സത്രവേദിയെ സമീപിക്കണം. നമുക്ക് ആ രുക്മിണി സ്വയംവരം ഭക്തിപൂർവ്വം ഭക്തി പുരസരം രുക്മിണി എങ്ങനെയാണോ കൃഷ്ണനിൽ ചേരാൻ വേണ്ടി ഈ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി പരിശ്രമിച്ചത്, അതുപോലെ ഈശ്വരാനുഭവം എന്ന് പറയുന്ന ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ നിശ്ചയദാർഢ്യത്തോടും അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും ബോധത്തോടും കൂടി പ്രവർത്തിക്കാൻ ഈ നൈമിഷാരണ്യ ശ്രോതാക്കൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ഏവം ഭഗവതാ തന്മേ രാമേണ പ്രതിബോധിതാം വൈമനസ്യം പരിത്യജ്യ മനോ ബുദ്ധ്യാ സമാദധേ. പ്രാണാവശേഷവു സൃഷ്ടോ ദ്യുർബിർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിധതാത്മമനോരഥഃ. ചക്രേ ഭോജഗടം നാമ നിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹയവീയസീം കുണ്ഠിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശാം ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഃ. തദാ മഹോത്സവോ ന്യൂനാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ നരാ നാര്യശോദിതാ പ്രമൃഷ്ടമണികുണ്ഡലാം പാരിബർഹം ഉപാജഘുവരയോ ചിത്രവാസസോ. സാ വൃഷ്ണിപര്യുത്തഭിരേന്ദ്രകേതുഭിർവിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭോ പ്രതിദ്വാരൂപമംഗളൈഃ ആപൂർണകുംഭാകരുധൂപദീപകൈഃ സിക്തമാർഗാമതച്ചറ്റുരാഹൂത പ്രേഷ്ഠഭുഭുജാം ഗതീർദ്വാസപരാമൃഷ്ടരംഭാപൂരശോഭിതാ. വൈഭോഗമേ രുക്മിണി കല്യാണ വൈഭോഗമേ. കണ്ണനിന്ന് കല്യാണമായി എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. 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 അമ്പാടി കണ്ണനിന്ന് എന്നുണ്ണി കണ്ണനിന്ന് കല്യാണമായി. എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. കണ്ണനിന്ന് കല്യാണമായി എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. രാധാ കല്യാണ വൈഭോഗമേ രുക്മിണി കല്യാണ വൈഭോഗമേ. രാധാ കല്യാണ വൈഭോഗമേ രുക്മിണി കല്യാണ വൈഭോഗമേ. കല്യാണമായി കണ്ണൻ കല്യാണമായി. 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 ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും അനുഗ്രഹമേകുന്ന രാവായി. ബ്രഹ്മനും ഇന്ദ്രനും ദേവാദിദേവകളും അനുഗ്രഹമേകുന്ന രാവായി. കണ്ണനിന്ന് കല്യാണമായി എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. കണ്ണനിന്ന് കല്യാണമായി എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. ചന്ദ്രകലാധരൻ പാർവതി വല്ലഭൻ അനുഗ്രഹമേകുന്നതായി. ചന്ദ്രകലാധരൻ പാർവതി വല്ലഭൻ അനുഗ്രഹമേകുന്നരായി. കണ്ണനിന്ന് അമ്പാടി കണ്ണനിന്ന് എന്നുണ്ണി കണ്ണനിന്ന് കല്യാണമായി. എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. കണ്ണനിന്ന് കല്യാണമായി എൻ്റെ കണ്ണനിന്ന് കല്യാണമായി. കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ. കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ. ഗോകുല ബാലക ഗോവർദ്ധനഗിരി ധാരക ഗോകുലമണി ബാലക ഗോവർദ്ധനഗിരി ധാരക. ഗോകളെ മേക്കുന്ന ഗോപബാലക ഗോകളെ മേയ്ക്കുന്ന ഗോപബാലക. ഗോപിക മനോഹര മദന ഗോപാല. ഗോപിക മനോഹര മദന ഗോപാല. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ഗോവിന്ദ രാധേ രാധേ ഗോപാല കൃഷ്ണ. ഗോവിന്ദ രാധേ രാധേ ഗോപാല കൃഷ്ണ. ഗോവിന്ദ രാധേ രാധേ ഗോപാല കൃഷ്ണ. ഗോവിന്ദ രാധേ രാധേ ഗോപാല കൃഷ്ണ.
കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ മുകിലൊളി വർണ്ണ കായാമ്പൂ വർണ്ണ കാർമുകിലൊളി വർണ്ണ കായാമ്പൂ വർണ്ണ മുകിലൊളി വർണ്ണ കായാമ്പൂ വർണ്ണ കാർമുകിലൊളി വർണ്ണ കായാമ്പൂ വർണ്ണ കാളന്തിയിൽ കേളിയാടും കാമുകൻ കൃഷ്ണ കാളിന്തിയിൽ കേളിയാടും കാമുകൻ കൃഷ്ണ കലത്തരങ്ങൾ ചൊല്ലിത്തരുന്ന മഴമുകിൽ വർണ്ണ കലത്തരങ്ങൾ ചൊല്ലിത്തരുന്ന മഴമുകിൽ വർണ്ണ കള്ളത്തരങ്ങൾ ചൊല്ലിത്തരുന്ന മഴമുകിൽ വർണ്ണ കലത്തരങ്ങൾ ചൊല്ലിത്തരുന്ന മഴമുകിൽ വർണ്ണ കാതിലിന്റെ വേണുഗാനം കേൾക്കുന്നു കൃഷ്ണ കാലിന്റെ വേണുഗാനം കേൾക്കുന്നു കൃഷ്ണ ഹരേ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നിലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനിൽ കല്യാണമായി എന്റെ കണ്ണനിൽ കല്യാണമായി കണ്ണനിന്റെ കല്യാണമായി എന്റെ കണ്ണനിന്റെ കല്യാണമായി കണ്ണനിൽ കല്യാണമായി എന്റെ കണ്ണനിൽ കല്യാണമായി കണ്ണനിന്റെ കല്യാണമായി എന്റെ കണ്ണനിന്റെ കല്യാണമായി ഹേ മാധവ യദുനന്ദന മുരളീധര ഹേ മനമോഹന ഹേ മാധവ ഹേ നന്ദന മുരളീധര ഹേ മനമോഹന ഹേ മാധവ യദുനന്ദന മുരളീധര ഹേ മനമോഹന ഹേ മാധവ ഹേ നന്ദന മുരളീധര ഹേ മനമോഹന കണ്ണ രാധാ ജീവന കന കന രാധാ ജീവന ജനാർദ്ദന രാധാ ജീവന ജനാർദ്ദന രാധാ ജീവന ഗോപാലന ഹേ ഗോവിന്ദന ഗോപാലന ഹേ ഗോവിന്ദന ഗോപാലന ഹേ ഗോവിന്ദന ഗോപാലന ഹേ ഗോവിന്ദന മാധവ യദുനന്ദന മുരളീധര ഹേ മനമോഹന ഹേ മാധവ ഹേ നന്ദന മുരളീധര ഹേ മനമോഹന ഹേ കൃഷ്ണ മുരാരി ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ ഹേ കൃഷ്ണ മുരാരി ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ ജയ രാധ ഗോവിന്ദ ജയ രാധ ഗോവിന്ദ രാധേ രാധേ രാധ ഗോവിന്ദ ജയ 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 രാധ ഗോവിന്ദ ഹേ കൃഷ്ണ മുരാരി ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ മുരാരി ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ രാധ ഗോവിന്ദ രാധേ രാധേ രാധ ഗോവിന്ദ ജയ 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 രാധേ 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 ഗോപാല രാധേ 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 ഗോപാല രാധേ 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 ഗോപാല രാധേ 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 ഗോപാല 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 രാധാ രസിക വദന സഗര രാധാ രസിക വദന സഗര രാധാ രസിക വദന സവികാര രാധാ രസിക വദന സവികാര കൃഷ്ണ രാധാ 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 കൃഷ്ണ
Radha Krishna 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 Mukunda Madhava Muralidhara Mukunda Madhava Muralidhara Radha Krishna 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 Radha Mohana Murali Gana Vilola Mohana Murali Gana Vilola Mohana Murali Gana Vilola Mohana Murali Gana Vilola Radha Krishna 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 Narayana 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 Hari Narayana Panduranga Vitale Hari Narayana Purandara Vitale Hari Narayana Purandara Vitale Hari Narayana Hari Narayana Bhaja Narayana Hari Narayana Bhaja Narayana Bhaja Narayana Satya Narayana Bhaja Narayana Satya Narayana Hari Narayana Jai Jai Panduranga 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 Nandalal Radha Pyare Nandalal 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 Radha Pyare Nandalal Nandalal Navanida Chora Nandalal Chora Nandalal Navanida Chora Navanida Chora Radha Pyare Nandalal Radha Pyare Madhura Vihari Nandalal Madhura Vihari Nandalal Madhura Vihari Nandalal Madhura Vihari Nandalal
ಸ್ಮಿತ ಸುಂದರ ಮುಖ ರವಿಂದ ಸುಂದರ ಮುಖ ರವಿಂದ ನಾಚೋ ನಂದಲಾಲ ನಾಚೋ ನಂದಲಾಲ ಮೇರಾ ಮಾಯಿ ಕೋ ಪ್ಯಾರಾ मेरा माई को प्यारा 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 नंदलाला ये तू नंदलाला तू नंदलाला वृंदावन गोविंदलाला वृंदावन गोविंदलाला राधा माधव नंदलाला राधा माधव नंदलाला राधा माधव नंदलाला राधा माधव नंदलाला राजगोपाल नंदलाला गोपाल नंदलाला हे राधे कृष्ण राधे श्याम राधे कृष्ण राधे कृष्ण राधे कृष्ण राधे श्याम राधे कृष्ण राधे श्याम राधे कृष्ण राधे कृष्ण राधे कृष्ण राधे श्याम 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 राधे राधे श्याम श्याम राधे 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 श्याम